പുഴയിലൊരു ചുറ്റുവിളക്ക് ഓ ദിത്തിത്താരാദിത്തിത്തൈ ഇത് ഞങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. ഗിരിഗരി സാറും അതുപോലെ തന്നെ ജോസഫ് എളംകുളവും ഒക്കെ സൂചിപ്പിക്കാറുണ്ട്. നമ്മൾ എവിടെ നിന്നാലും എവിടെ നിന്ന് നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു പോകുകയാണെങ്കിലും വിമാനത്താവളത്തിൽ നിൽക്കുകയാണെങ്കിലും അറിയാതെ കുട്ടനാട്ടുകാരാണോ ഒന്നറിയണോ, ഒന്ന് ആർപ്പ് വിളിച്ചാൽ മതി, ഉടനെ അറിയാം. ഇതാണ് കുട്ടനാടിന്റെ താളം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ആഴ്ച കുട്ടനാട്ടുകാരെ വെള്ളപ്പൊക്കം അങ്ങേയറ്റം കടന്ന് കാർന്നു നിന്നപ്പോഴും അതിന്റെ എല്ലാം നടുവിൽ നിന്നുകൊണ്ട് കുട്ടനാട്ടുകാര് പാടം തടയാൻ പോകുന്നു, ശേഷം വന്ന് ചുണ്ടൻ വള്ളത്തിൽ പരിശീലനത്തിന് പോകുന്നു. അതായിരുന്നു കാഴ്ച. കഴിഞ്ഞ 10-30 ദിവസങ്ങളിലായി കുട്ടനാട്ടുകാരുടെ തങ്ങളുടെ ഗ്രാമത്തിന്റെ അഭിമാനമായി മാറുന്ന ചുണ്ടൻ വള്ളങ്ങളെ ഈ പുന്നമടയുടെ തീരങ്ങളില് ആവേശത്തിന്റെ തിരമാലകളിൽ ഒന്ന് തുഴയെറിഞ്ഞു നീക്കുന്ന ആ ഉഗ്രമായ കാഴ്ചയ്ക്ക് വേണ്ടി പഴയ ശൈലി മാറി, താളം മാറി, രീതി മാറി. അങ്ങനെ കുമരകം ശൈലി മാറി, ആലപ്പുഴ ശൈലി വന്നു, കൊല്ലം ശൈലി വന്നു. ഇന്നിതാ വീണ്ടും ആലപ്പുഴ ശൈലിയിലേക്കും കുമരകം ശൈലിയിലേക്കും കൊല്ലം ശൈലിയിലേക്കും മാറുമ്പോൾ ശേഷം ഭരണത്തിലേക്ക് ഞാൻ മൈക്ക് വി ഗ്രിഗറിക്ക് കൈമാറുകയാണ്. താങ്ക് യു മിസ്റ്റർ ജോളി എതിരേറ്റ്. ഒന്നാമത്തെ കേസിന് അവിടെ അരങ്ങൊരുങ്ങുകയാണ്. മഹാദേവനും ദേവസും ആനാരിയും ഇല്ലിക്കളവും അങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 4 ട്രാക്കുകളിലായിട്ട് അങ്ങനെ ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറായിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ നോക്കുമ്പോൾ ഈ പുന്നമട കായൽ കാണുമ്പോൾ, അത് കാറ്റടിക്കുമ്പോൾ, അത് കലിയിളകുമ്പോൾ, കാറ്റടിച്ചു കഴിഞ്ഞ് അത് കലിയിളക്കം കഴിഞ്ഞ് ശാന്തമായിരിക്കുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ വലിയ താളം, വലിയ ഒരു ജീവജാലം, ഒരു ജീവചടുലത അത് നൽകുന്നുണ്ട്. അറിയാതെ കവിതയിൽ ചൊല്ലിപ്പോവുകയാണ്. കാറ്റടിച്ചാൽ കലിയിളകും, കാറ്റടിച്ചാൽ കലിയിളകും, പുന്നമടക്കായൽ കാറ്റു നിന്നാൽ ഗാനം മോളും, പുന്നമടക്കായൽ കാറ്റടിച്ചാൽ കലിയിളകും, പുന്നമടക്കായൽ കാറ്റു നിന്നാൽ ഗാനം മോളും, പുന്നമടക്കായൽ. അതെ, ഈ പുന്നമട അങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാ. അടിമുടി അഴകിന്റെ പുത്തൻ പവിടക്കൊടി ചാർത്തി നിൽക്കുകയാ. കേരനികരങ്ങൾ അങ്ങനെ ചാഞ്ചാടുകയാ. തെങ്ങോലമാലകൾ അങ്ങനെ ആലോലനർത്തനമാടുകയാ. ഇവിടെ മഴ എവിടെ? ഇവിടെ കാലാവസ്ഥ പ്രാതികൂല്യം എവിടെ? ഇവിടെ ഒന്നുമില്ല. പ്രകൃതി അങ്ങനെ പൊട്ടിച്ചിരിച്ചു നിൽക്കുകയാ. കുട്ടുകുട്ട ചിരിക്കുന്ന പ്രകൃതി, തുടുതുട പൂത്തു നിൽക്കുന്ന പ്രകൃതി. എത്ര മനോഹരമായ വെള്ളി ഉരുക്കി ഒഴിച്ചതുപോലെ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന നീലസ്ഫടികം പോലെ കിടക്കുന്ന പുന്നമട പൂഞ്ചോലെ, നീ എത്ര ഭാഗ്യവതിയാണ്, എത്ര ജലരാജാക്കന്മാരാണ് നിന്റെ തിരപ്പുറത്ത് ഇങ്ങനെ പടയോട്ടം നടത്തി വരിക. ഇതാ 22 ജലരാജാക്കന്മാർ മത്സരിക്കാൻ പോവുകയാണ്. നമുക്കൊന്നായി നിൽക്കാം, നമുക്ക് കൊയ്ത്തുപാട്ട് പാടാം. KS ജോർജ് എന്ന് പറയുന്ന അനശ്വര ഗായകന്റെ ഒരു കൊയ്ത്തുപാട്ടില്ലേ, അത് നമുക്കൊന്ന് നോക്കാം. താഴ്ത്തി കൊയ്യടി താളത്തി കൊയ്യടി താളെ നിൽക്കുന്ന പെണ്ണാളെ, താഴ്ത്തി കൊയ്യടി താളത്തി കൊയ്യടി നീളെ നിൽക്കുന്ന പെണ്ണാളെ, നീട്ടിക്കൊയ്യടി നീളത്തിക്കൊയ്യടി നീലത്താമര കണ്ണാളെ, നീട്ടിക്കൊയ്യടി നീളത്തിക്കൊയ്യടി നീലത്താമര കണ്ണാളെ, താഴ്ത്തിക്കൊയ്യടി താതില്ലം കൊയ്യടി താഴെ നിൽക്കണ പെണ്ണാളെ. അങ്ങനെ ആ കൊയ്ത്തുപാട്ടൊക്കെ ഇല്ലേ ഇപ്പം? ഇപ്പം എല്ലാം യന്ത്രമല്ലേ. ഇപ്പം മിന്നി അങ്ങ് പോയേക്കുക. പണ്ട് കൊയ്ത്തുപാട്ടുണ്ട്, അരിവാൾ പാട്ടുണ്ട്, ചേറ്റുപാട്ടുണ്ട്, കളപ്പാട്ടുണ്ട്, പൊലിപ്പാട്ടുണ്ട്, ചക്രപ്പാട്ടുണ്ട്, തേക്കുപാട്ടുണ്ട്, വള്ളപ്പാട്ടുണ്ട്. ഇപ്പം വഞ്ചിപ്പാട്ടും കേൾക്കാനില്ല, വള്ളത്തെ പാടുന്നേ ഇല്ല. ഇന്നിപ്പോൾ കരയ്ക്കാ പാട്ട്. നമുക്ക് ആ വഞ്ചിപ്പാട്ടൊന്ന് പാടിയാലോ? പറഞ്ഞേ തങ്ങനെ തന്നെ, പറഞ്ഞേ തങ്ങനെ തന്നെ പാതിരാവായല്ലോ ഭക്തി, പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ ഭക്തി. കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിരേഴും, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിരേഴും. ഇങ്ങനെ 5 പൂട്ട് അങ്ങോട്ട് തുഴയും.
ഇവിടെ കുട്ടനാട്ടം ബോട്ട് ക്ലബ്ബുകാർ അവരങ്ങനെ നീട്ടിത്തുഴയും, കൈമുട്ട് വഴങ്ങാതെ മടങ്ങാതെ വെള്ളത്തുള്ളികളെ കീറിമുറിച്ചുകൊണ്ട് ജലഗണങ്ങളെ കണ്ണാടി കഷ്ണങ്ങൾ പോലെ വലിച്ച് നരുവശത്തേക്ക് എറിഞ്ഞുകൊണ്ട് അവനങ്ങനെ ആടയാഭരണം ചാർത്തി ചീറിപ്പാഞ്ഞ് ആ തിരയെ പേര് ഇങ്ങോട്ട് വരുമ്പോൾ ആരുടെ മനസ്സിലാണ് ആവേശമുണ്ടാകാത്തത്? ആരുടെ മനസ്സിലാണ് ചൈതന്യം ഉണ്ടാകാത്തത്? ആരുടെ മനസ്സിലാണ് ഉൾത്തുടിപ്പുണ്ടാകാത്തത്? എൻ്റെ കുട്ടനാടൻ പ്രദേശത്തും അങ്ങ് കേരളത്തിൻ്റെ തെക്കും വടക്കും ഒക്കെ റേഡിയോയുടെ മുന്നിലിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാർ, ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് ഇതിൻ്റെ വർണ്ണന പറയാൻ പറ്റുന്നില്ല. അതിസുന്ദരമായി ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്കാകെ ഹരമാണ്, ഞങ്ങൾക്കാകെ ത്രില്ലാണ്, ഞങ്ങൾക്കാകെ ഭ്രമമാണ്, ഞങ്ങൾക്കാകെ ഒരു ജ്വരമാണ്. ഞങ്ങളങ്ങ് തുടിച്ചു നിൽക്കുകയാണ്. ഈ 2200 തുഴച്ചിക്കാരെ അവരങ്ങനെ അരുവിയുടെ വിരിമാറിൽ ആ കരിമ്പന കൊണ്ട് ചേർത്ത് ആ തുഴയങ്ങോട്ട് കൊത്തി എറിഞ്ഞ് ആ വെള്ളത്തുള്ളികളെ ചെതറിത്തെറിപ്പിച്ചിങ്ങോട്ട് വരുമ്പോൾ എന്തൊരു ഹുങ്കാര ശബ്ദമാ, എന്തൊരു ചൈതന്യ ശബ്ദമാ. അതാണ് കുട്ടനാട്. അതാണ് ഞങ്ങൾ പറയുന്നില്ലേ കവികള്, എൻ്റെ നാട് കുട്ടനാട്, നെല്ലറയാണ് എൻ്റെ നാട്, എൻ്റെ പാട്ട് നാടൻ പാട്ട്, പൊന്മുളം തണ്ടിൻ പാട്ട്. നോക്കൂ, എത്ര സുന്ദരമായ പാട്ട്, എത്ര മനോഹരമായ പാട്ട്. ഞാൻ ഇതുവരെ ഇപ്പോഴും അവിടെ ആ സ്റ്റാർട്ടിങ് സംവിധാനമൊക്കെ ശരിയായോ എന്നറിയത്തില്ല. 4 ജലരാജകന്മാരുണ്ട്, ഇനിയും നടക്കാനായിട്ട് നിൽക്കുകയാണ്. ഞാൻ എൻ്റെ ശിഷ്യൻ ശ്രീ ജോസഫ് എളങ്കുളത്തിന് മൈക്ക് കൈമാറുകയാണ്. നന്ദി ശ്രീ വി ഗ്രിഗറി. അങ്ങനെ 2014 62ാമത് ജലമേളയ്ക്ക് തുടക്കം കുറിക്കുവാൻ ഈ റേസ് കോഴ്സ് തയ്യാറായി എന്നറിയിച്ചുകൊണ്ട് 4 സ്പീഡ് ബോട്ടുകളില് വെള്ളക്കൊടിയും പിടിച്ചുകൊണ്ട് അതിവേഗം പുന്നമടയിൽ നിന്ന് ഇങ്ങ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നു വരുന്ന ആ മനോഹരമായ ദൃശ്യമാണ്. ഇരു കരകളിലും കാണികൾ ഇളകി വശായിട്ടുണ്ട്. അങ്ങനെ തീവാറുന്ന മത്സരത്തിന് മുന്നോടിയായി റേസ് കോഴ്സ് തയ്യാറായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വരുന്ന മനോഹരമായ ആ സ്പീഡ് ബോട്ടുകളെ വെള്ള പതാക ഉയർത്തിക്കാട്ടി, വിശുദ്ധിയുടെ പതാക ഉയർത്തിക്കാട്ടി തയ്യാറെടുപ്പ് പൂർത്തിയായി എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഈ സ്പീഡ് ബോട്ടുകള് ഇങ്ങ് ഫിനിഷിംഗ് പോയിന്റിൽ വന്ന് തിരികെ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയാൽ പ്രാഥമിക പാദ മത്സരം ആരംഭിക്കുകയായി. കരുത്തരായ 4 ജലരാജാക്കന്മാര്, എണ്ണം പറഞ്ഞ് തുഴയെറിഞ്ഞ് ചരിത്രം കുറിച്ച കുട്ടനാട്ടിലെ തലയെടുപ്പുള്ള 4 കരുത്തരായ ജലരാജാക്കന്മാരിലെ 4 ബോട്ട് ക്ലബ്ബുകളെ അങ്ങനെ വീറോടും വാശിയോടും കൂടി അടരാടുവാൻ തയ്യാറെടുത്ത് കിടക്കുമ്പോൾ ഇതാ സ്പീഡ് ബോട്ടുകളെ ആ വെള്ള പതാകയൊന്ന് മടക്കി പച്ച പതാക ഉയർത്തി ശാന്തിയുടെ, സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ പതാകയുമായി ഇതാ അങ്ങ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പുന്നമടയിലെ അങ്ങ് സൂര്യപ്രകാശമേറ്റി പുന്നമടക്കായൽ അങ്ങനെ പൊൻകിരണങ്ങൾ പതിച്ച് തിളങ്ങുന്ന ആ മനോഹരമായ ആ കായലിന്റെ പരപ്പിലൂടെ അങ്ങനെ പച്ച പതാകയും പിടിച്ചുകൊണ്ട് 4 സ്പീഡ് ബോട്ടുകളെ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. ഈ ബോട്ടുകളെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രാഥമിക പാദ മത്സരം ആരംഭിക്കുകയായി. അങ്ങനെ പുന്നമട ഇടകി വശാവുകയാണ്. ഈ കായലിന്, ആ ശാന്തമായിരുന്ന കായലില് ഓളം തുടങ്ങി. അങ്ങനെ കുഞ്ഞോളങ്ങൾ തത്തിക്കളിക്കുകയാണ്, ആറാടുകയാണ്, ആനന്ദ നിർവൃതി പുണരുകയാണ്. ഇരു കരകളിലും ആയിരങ്ങള് പതിനായിരങ്ങള് അങ്ങനെ തയ്യാറെടുത്തു നിൽക്കുമ്പോഴേ അങ്ങ് ഡാക്കിച്ചിറക്കിപ്പറെ ചിറമുറിയോട് ചേർന്ന് കുട്ടനാടിന്റെ മക്കളെ ചെറുവള്ളങ്ങളിലും യന്ത്രവൽകൃത ബോട്ടുകളിലുമൊക്കെ അങ്ങനെ തയ്യാറെടുത്തു കിടക്കുകയാണ്. അങ്ങ് കുരിശടി എവിടെയോ അങ്ങ് കൽപ്പവൃക്ഷത്തിൽ കയറിയിരുന്നു കൊണ്ട് ചുണക്കുട്ടന്മാരെ, യുവാക്കളെ അങ്ങനെ ജലമേളയ്ക്ക് ആവേശം പകർന്നു കൊടുക്കുക. മറ്റൊരു കൂട്ടരോ അരയും തലയും മുറുക്കി തയ്യാറെടുത്ത് നിൽക്കുകയാ. വള്ളം ഇങ്ങോട്ട് കടന്നു വരണം, വെള്ളത്തിലേക്കൊന്ന് ചാടണം, വെള്ളത്തുള്ളികളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആവേശം വാരി വിതറിക്കൊടുക്കണം. കാര്യം എന്താണ്? പണ്ട് UBC കൈനകരിക്കും, നടുഭാഗത്തിനും അതുപോലെ ജമകർത്തായങ്കരിക്കും, ചമ്പക്കുളത്തിനും പുളിങ്കുന്നിനും ഒക്കെ മത്സരത്തിൽ വീറും വാശിയും ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കാണികളിൽ ബഹുഭൂരിപക്ഷവും എന്താണ് ആഗ്രഹിക്കുന്നത്? ആര് ജയിച്ചാലും വേണ്ടില്ല, ഉശിരൻ മത്സരം കാണണം, തീപാറുന്ന മത്സരം കാണണം. പണ്ട് 1300 ചില്ലുവാനം മീറ്റർ ദൂരം ഏതാണ്ട് 5 മിനിറ്റ് 6 മിനിറ്റ് കൊണ്ടാണ് താണ്ടിയിരുന്നതെങ്കിൽ ഇന്നത്തെ ജലരാജാക്കന്മാരെ 1250 മീറ്റർ വരുന്ന ആ ദൈർഘ്യം ഏതാണ്ട് 4 മിനിറ്റ് 33.96 സെക്കൻഡ് കൊണ്ട് 2013 ശ്രീഗണേശൻ ചരിത്രം കുറിച്ചു എന്നുള്ളതാണ് സത്യം. ഈ ഗണേശന് ഒരു ചരിത്രമുണ്ട്. എന്താണ്? 2008 കൊല്ലം ജീസസ് ബോട്ട് ക്ലബ് 4 മിനിറ്റ്
46 സെക്കൻഡ് കൊണ്ട് ഹീറ്റ്സിൽ റെക്കോർഡിട്ടു എങ്കിലും അക്കുറി അവർക്ക് വിജയിക്കുവാൻ സാധിച്ചില്ല. തുടർന്ന് 2009 ഒക്കെ തന്നെ ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ട് ഇതാ ശ്രീ ഗണേശൻ ഇക്കുറിയും ഹാട്രിക്കിന് വേണ്ടി അരയും തലയും മുറുക്കി തയ്യാറെടുക്കുമ്പോൾ ഇല്ല വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളംകുളങ്ങരയും ചമ്പക്കുളവും കാരിച്ചാലും ജവഹർ തായങ്കരിയും ഒക്കെ ദേവസ്വം ആനാരിയും ഒക്കെ തയ്യാറെടുത്തു കിടക്കുകയാണ്. തുടർന്നുള്ള വിവരണം നൽകുന്നതിനായി മൈക്ക് ശ്രീ ജോസഫ് ചെന്നാട്ടുശ്ശേരിക്ക് കൈമാറുകയാണ്. താങ്ക് യു ശ്രീ ഇളംകുളം. പുന്നമടയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ഒന്നാമത്തെ ഹീറ്റ്സിലുള്ള മത്സരത്തിന് വേണ്ടി ചുണ്ടൻവള്ളങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതാ ഞാനിവിടെ നോക്കുമ്പോഴത്തേക്കിന് ട്രാക്കിലൂടെ സ്പീഡ് ബോട്ടുകൾ അങ്ങ് ഫിനിഷ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവർ ഗ്രീൻ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അല്പനിമിഷങ്ങൾക്കുള്ളിൽ മത്സരം ആരംഭിക്കും. ഒരു ദീപ്തമായ ഒരു അധ്യായം ലോകചരിത്രം നൽകിയ മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ നടക്കുന്ന ഈ വള്ളംകളി ഒരർദ്ധ നൂറ്റാണ്ട് കഴിയവേ കൂടുതൽ പ്രൗഢിയോടും പ്രശസ്തിയോടും കൂടി മുന്നേറുകയാണ്. വശ്യ സൗന്ദര്യത്തിന് നീരൊഴുക്കൽ പറ്റാത്ത കുട്ടനാടൻ വയൽ തുമ്പുകളിൽ വരെ ഈ വള്ളങ്ങളുടെ ചൈതന്യം നിറഞ്ഞു ത്രസിക്കുകയാണ്. ഒരു ഗ്രാമത്തിൻ്റെ അവിസ്മരണീയമായ ഈ ജലമഹോത്സവം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിലൂടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളിലൂടെ ലോകമെമ്പാടും ഒരു ദേശീയ ഉത്സവത്തിൻ്റെ പ്രതിച്ഛായയിലൂടെ വ്യാപകമാകട്ടെ എന്ന പ്രാർത്ഥന വീണ്ടും ഞാൻ അർപ്പിക്കുകയാണ്. നമ്മുടെ മുമ്പിലൂടെ ഈ ദൃശ്യമഹോത്സവം ഇന്നത്തെ ഒരു അസ്തമയം കൊണ്ട് ഒതുങ്ങുന്നതല്ല. പുന്നമടക്കായലിന്റെ തളിരിതമായ പ്രതലത്തിലൂടെ മനുഷ്യപേശികളുടെ ശക്തമായ ഇളക്കങ്ങളിൽ തുഴകൾ ആഞ്ഞു വീഴുന്നു. നൂലിലുള്ള അന്തരത്തിൽ ജയാപജയങ്ങളുടെ ഹൃദ്യമായ ഒരു ദ്വന്ദ്വയുദ്ധം. എനിക്ക് തോന്നുന്നു ആർക്കും ആരെയും ജയിക്കണമെന്നില്ല, പക്ഷേ ആരും ആരെയും തോൽപ്പിക്കരുതെന്ന വാശിയാണ്. നെറ്റിപ്പട്ടം ചാർത്തിയ വള്ളങ്ങൾ കരയിൽ ആർത്തുല്ലസിക്കുന്ന ജനസംഖ്യകളെ കോരിത്തരിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ്. പുന്നമടക്കായലിലെ ഓളങ്ങൾ അതിർവരമ്പുകളിൽ ഇവിടുത്തെ നിഷ്കളങ്കരായ മനുഷ്യരെ പോലെ വന്ന് തട്ടിക്കളിച്ച് ഉല്ലസിക്കുകയാണ്. നിറവിളവ് കഴിഞ്ഞ് ആർത്തുല്ലസിച്ച് തത്തപ്പറ്റങ്ങൾ കതിർകൊത്തി പറന്നകന്ന വയലാറിൻ്റെ കർഷക ഗാനങ്ങൾ തുടിച്ചു നിന്ന കുട്ടനാടൻ പുഞ്ചകളെ നിങ്ങളുടെ നഷ്ടസൗമാന ഈ ജലോത്സവമെങ്കിലും ഒരു പ്രതിവിധിയായെങ്കിൽ സചേതന മാനസങ്ങളിൽ അഴിയാതെ തുടിച്ചു നിൽക്കുന്ന വയലാർ രാമവർമ്മയുടെ വരികൾ, വയലാർ ഗ്രാമം, വയലാറിൻ്റെ തന്നെ വരികൾ ഞാനൊന്ന് ആവർത്തിച്ചുകൊള്ളട്ടെ. മണ്ണിലെ സൗഗന്ധികളെ സിന്ദൂരമാടിയ വയലാറിൽ എന്നും വസന്തങ്ങൾ പൂക്കാൻ ചോരയാൽ മണ്ണീർനായൊരു വയലാറിൽ അഗ്നിമകുടങ്ങൾ ചാർത്തിയ മോഹങ്ങൾ അങ്കമാടിയ വയലാറിൽ കുട്ടനാടിൻ്റെ അയൽ ഗ്രാമങ്ങളിൽ നിന്ന് പോലും പൂക്കളും പുളകങ്ങളും ചാർത്തി ജനങ്ങൾ ഈ ജലോത്സവം കാണാൻ എത്തിയിരിക്കുന്നു. സ്നേഹം മരിക്കാത്ത മനസ്സുമായി ആത്മാർത്ഥയുടെ പാഞ്ചജന്യം മുഴക്കി പുന്നമടക്കായലിൻ്റെ കരകളിലേക്ക് എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എത്തുന്നവരെ സ്വാഗതം ചെയ്യാൻ ഒരിക്കൽ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 4 ചുണ്ടൻ വള്ളങ്ങളും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ട്രാക്കിൽ മത്സരിക്കുന്ന മഹാദേവൻ, അതിൻ്റെ ക്യാപ്റ്റൻ TP രാജു, രാജഭവൻ കുപ്പപ്പുറമാണ്. പള്ളാത്തുരുത്ത് ബോട്ട് ക്ലബ്ബാണ് അതിനെ നയിക്കുന്നത്. രണ്ടാമത്തെ ട്രാക്കിൽ ദേവസ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കുമരകം, രാജൻ കെ എബ്രഹാം കൊച്ചുപറമ്പിൽ മാങ്ങാനമാണ് അതിൻ്റെ ക്യാപ്റ്റൻ. മൂന്നാമത്തെ ട്രാക്കിൽ ആനാരി 4-ാം നമ്പർ രജിസ്ട്രേഷൻ വള്ളം വേമ്പനാട് ബോട്ട് ക്ലബ്ബ് കുമരകമാണ് അതിനെ നയിക്കുന്നത്. അതിൻ്റെ ക്യാപ്റ്റൻ ശ്രീ KP സന്തോഷ്. 4-ാമത്തെ ട്രാക്കിൽ ഇല്ലിക്കളം ജീസസ് ബോട്ട് ക്ലബ്ബ് കൊല്ലം. 2008, 9, 11 വർഷങ്ങളിൽ ജീസസ് ബോട്ട് ക്ലബ്ബ് ഇവിടെ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ക്ലബ്ബാണ്. ബിനോയ് മാത്യു ആണ് അതിൻ്റെ ക്യാപ്റ്റൻ. 4 ചുണ്ടൻ വള്ളങ്ങളും അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് അണിനിരക്കുന്നുണ്ട്. തുടർന്നുള്ള ദൃക്സാക്ഷി ഇവിടെ നൽകുന്നതിനായി ഞാൻ ശ്രീ ജോളി എതിരേറ്റ് നമ്മെ കൈമാറുന്നു. താങ്ക് യു മിസ്റ്റർ ജോസഫ് ചെന്നാട്ടുശ്ശേരി. കാണികൾ ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഉഗ്രമായ പോരാട്ടത്തിന് ഇത് പുന്നമടയുടെ വേദി ഒരുങ്ങിക്കഴിഞ്ഞു. 4 ജലരാജാക്കന്മാർ അടുത്ത മിനിറ്റുകള് ജലജെറ്റ് പോലെ ഈ പുന്നമടക്കായലിന്റെ 1240 മീറ്റർ ദൈർഘ്യം വരുന്ന ഓളപ്പരപ്പിലൂടെ കുതിച്ചു പായുന്ന കാഴ്ചയ്ക്കായി കായിക ലോകം ഒന്നടങ്കം ഉറ്റുനോക്കുമ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരങ്ങളിലെ 1-ാം ഹീറ്റ്സ് ആണ് ആരംഭിക്കുവാൻ തയ്യാറെടുപ്പ് അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നടത്തുന്നത്. 1-ാം ട്രാക്കിൽ 19-ാം നമ്പർ വള്ളം മഹാദേവൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്നു. TP രാജു രാജഭവനമാണ് കുപ്പപ്പുറം
ടീമാണ്. അതിന്റെ ക്യാപ്റ്റൻ എങ്കിൽ അതിന്റെ 54 കോൽ നീളമുണ്ട്. അത് കുറച്ച് ഇന്ന് 52 കോൽ നീളമാക്കി. 95 തുഴച്ചിക്കാരും 5 അമരക്കാരും 7 നിലക്കാരുമായി 107 തുഴച്ചിക്കാര് അല്ലെങ്കിൽ കായിക താരങ്ങളുടെ ഉജ്ജ്വലമായ പോരാട്ടത്തിനാണ് മഹാദേവൻ തുടങ്ങുന്നത്. അത് തുഴയുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. ചരിത്രമുള്ള ക്ലബാണ്. അവര് 88-ല് 4 മിനിറ്റ് 48 സെക്കൻഡ് എന്ന റെക്കോർഡ് വെള്ളംകുളങ്ങരയിൽ ഇട്ട ടീമാണ് ആര്? പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. വീണ്ടും അവര് 98-ല് രാഷ്ട്രപതിയുടെ കൈകളിൽ നിന്ന് നെഹ്റു ട്രോഫി ഏറ്റുവാങ്ങിയ ടീമാണ് ചമ്പക്കുളത്തില്. അവരാണ് 1-ാം ട്രാക്കിൽ മത്സരിക്കുന്നത്. മഹാദേവൻ 2-ാം ട്രാക്കിൽ 11-ാം നമ്പർ വള്ളം PS കലാധരൻ തൃക്കുന്നപ്പുഴ ക്യാപ്റ്റനായി. വില്ലേജ് ബോട്ട് ക്ലബ്ബ് കോട്ടയത്തിന്റെ രാജൻ കെ എബ്രാഹിം ക്യാപ്റ്റൻ. അതെ, അവര് 2010-ല് കോഴിമുക്ക് ഉമാമഹേശൻ പണിതിറക്കിയ വള്ളമാണ്. 53 കോൽ നീളമുണ്ട്, 52 അങ്കുലം വണ്ണമുണ്ട്, 5 അമരക്കാര്, 94 തുഴച്ചിക്കാര്, 9 നിലക്കാര്, അങ്ങനെ 108 കായിക താരങ്ങളുമായി അവര് 2-ാം ട്രാക്കിലൂടെ ഉജ്ജ്വലമായ പോരാട്ടത്തിന് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി കൊതിക്കുമ്പോൾ 3-ാം ട്രാക്കിൽ 4-ാം നമ്പർ വള്ളം ആനാരി കരക്കാരുടെ വള്ളമാണ്. 53 കോൽ നീളമുണ്ട്, 51 അങ്കുലം വണ്ണമുണ്ട്, 5 അമരക്കാര്, 94 തുഴച്ചിക്കാര്, 9 നിലക്കാര്, അങ്ങനെ 108 കായിക താരങ്ങളുടെ ഉജ്ജ്വലമായ പ്രകടനം വേമ്പനാട് ബോട്ട് ക്ലബ്ബ് കുമരകമാണ് അതിനെ ഇവിടെ എത്തിക്കുന്നതെങ്കിൽ KP സന്തോഷ് തേനംപ്ലാക്കൽ ഏറ്റുമാനൂരാണ് അതിന്റെ ക്യാപ്റ്റൻ. 4-ാം ട്രാക്കിൽ ആരാണ്? അത് 9-ാം നമ്പർ വള്ളം ഇല്ലിക്കളമാണ്. അച്ഛൻ ബങ്കായവും മകൻ ക്യാപ്റ്റനുമായിട്ടുള്ള ഒരു വള്ളം. അത് സാജു ജംബോയുടെ നേതൃത്വത്തില് 2009-ല് ഉമാമഹേശൻ പണിത് നീറ്റിലിറക്കിയ വള്ളം. 53 കോൽ നീളമുണ്ട്, 52 അങ്കുലം വണ്ണമുണ്ട്, 5 അമരക്കാര്, 90 തുഴച്ചിക്കാര്, 9 നിലക്കാര്, അങ്ങനെ 104 തുഴച്ചിക്കാരുടെ ഉജ്ജ്വലമായ പ്രകടനം 4-ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ അത് തുഴയുന്നത് ആരാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത് ജീസസ് ബോട്ട് ക്ലബ്ബ് കൊല്ലമാണ്. അവര് നേരത്തെ ഇളംകുളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹീറ്റ്സ് മത്സരങ്ങളില് 2006-ല് 4 മിനിറ്റ് 46 സെക്കൻഡ് എന്ന റെക്കോർഡ് ഇട്ടവരാണ്. അന്ന് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ 4 മിനിറ്റ് 48 സെക്കൻഡ് തിരുത്തി 2 സെക്കൻഡ് കുറച്ചവരാണ് ആര്? ജീസസ് ബോട്ട് ക്ലബ്ബ്. അവര് വീണ്ടും 2008-ലെ കാരിച്ചാലിൽ ഇവിടെ ഉഗ്രമായ പോരാട്ടം കാഴ്ചവെച്ചു. 13 തവണ നെഹ്റു ട്രോഫിയിൽ ഉജ്ജ്വലമായ വിജയം കൊയ്ത കാരിച്ചാലിൽ വീണ്ടും 2009-ൽ അവർ ചമ്പക്കുളത്തിൽ വന്നു. അതിന്റെ ക്യാപ്റ്റൻ ബിനോയ് മാത്യു ആൻഡ് ബ്ലസൻ 3 തൈക്കലാണ്. അവരങ്ങനെ സ്റ്റാർട്ടിങ്ങില് ഉജ്ജ്വലമായ ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി സർവ്വദൈവങ്ങളെയും വിളിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശേഷം വിവരണത്തിന് ഞാൻ മൈക്ക് VV ഗ്രിഗറിയിലേക്ക് കൈമാറുകയാണ്. താങ്ക് യു മിസ്റ്റർ ജോളി. എതിരേറ്റ് എല്ലാ കണ്ണുകളും അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ്. 4 വള്ളങ്ങളാണ്. നമുക്കൊന്ന് സന്തോഷമായിട്ടിരിക്കാം, ആ ടെൻഷനൊന്ന് കുറയ്ക്കാം. പുന്നമടക്കായലിന് ചാഞ്ചാട്ടം, പുന്നമടക്കായലിന് ചാഞ്ചാട്ടം, തങ്കമണി ചുണ്ടനിന്നു മയിലാട്ടം, കുഴലൂതും കാറ്റ് കുളിർകോരും കാറ്റ്, കൂടവാ കൂടവാ കൂടത്തുഴയാൻ വാ. പുന്നമടക്കായലിന് ചാഞ്ചാട്ടം, തങ്കമണി ചുണ്ടനിന്നു മയിലാട്ടം, കുഴലൂതും കാറ്റ് കുളിർകോരും കാറ്റ്, കൂടവാ കൂടവാ കൂടത്തുഴയാൻ വാ. ആ ടെൻഷനൊന്ന് കുറയ്ക്കാനാ പാടിയത്. ഇതിപ്പോ ഈ വേദിയിൽ മാത്രമല്ലല്ലോ, അങ്ങ് ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് AIR-ന്റെ ദൃക്സാക്ഷി വിവരണം. അതാണ് ഈ AIR-ന്റെ ഒരു വലിയ ഗുണം. അങ്ങ് ലോകം മുഴുവൻ കൈക്കൂടുന്നതിലൊടുക്കി പുന്നമടയിലേക്ക് എത്തിച്ചിരിക്കുക അവര്. ആകാശവാണിയുടെ ഈ ദൃക്സാക്ഷി വിവരണം അങ്ങ് ലോകം മുഴുവൻ കേട്ടുകൊണ്ട്, അതാണ് സന്തോഷം. കുട്ടനാടിന്, പുന്നമടയെ, ആലപ്പുഴയെ, അതെ നമ്മുടെ ഈ പൗരസ്ത്യ വെനീസിനെ നമ്മളങ്ങ് ആകാശതലങ്ങളിൽ അങ്ങ് ചക്രവാളങ്ങളിൽ എത്തിക്കുകയാണ്. ഇത് ഞങ്ങൾ പറയുമ്പോഴും ഓരോ കരക്കാരുടെ ആവേശമായ മഹാദേവൻ അങ്ങനെ നിൽക്കുക. അത് മുട്ടയിൽ വള്ളമായിരുന്നു, അത് പിന്നെ പട്ടാര വള്ളമായിരുന്നു, മുട്ടയിൽ വള്ളമായി, ഇപ്പോഴത് മഹാദേവൻ വള്ളമായി തീർന്നിരിക്കുകയാണ്. പള്ളാത്തുരുത്ത് ബോട്ട് ക്ലബ്ബാണ് 1988-ലും 2002-ലും നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. അത് നയിക്കുന്നത് TP രാജൻ, രാജഭവൻ കുപ്പപ്പുറം. ദേവസ്വള്ളം
2011 മിന്നുന്ന പ്രകടനം കാഴ്ച ദേവസ് വള്ളം ഇന്നത് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കുമരകം രാജൻ കെ ഇബ്രാഹിം കൊച്ചുപറമ്പ് അതിന്റെ ക്യാപ്റ്റനാണ്. മൂന്നാമത് ആനാരി വള്ളം ആനയും അമ്പാരിയും ചേർത്ത് അവരിങ്ങനെ കടന്നു വരികയാ. വേമ്പനാട്ട് ബോട്ട് ക്ലബ്ബ് കുമരകമാണ്. KP സന്തോഷാണ് അതിനെ നയിക്കുന്നത്. ഇല്ലിക്കളം ജീസസ് ബോട്ട് ക്ലബ്ബ് കൊല്ലം ചരിത്രം എഴുതിയ ആ ക്ലബ്ബ് ബിനോയ് മാത്യു ബ്ലസൻ 3 തൈക്കല്. അതിനകത്ത് വലിയ പ്രത്യേകതയുണ്ട്. അച്ഛൻ 1-ാം പങ്കായം, മകൻ ക്യാപ്റ്റൻ. അങ്ങനെയാണ് ആ വള്ളം വരുന്നത്. അങ്ങനെ ഒരു കുടുംബം മുഴുവൻ ആ വള്ളത്തെ നിൽക്കുക. അങ്ങനെ 4 ജലരാജാക്കന്മാർ. 19-ാം നമ്പർ വള്ളം മഹാദേവൻ, 11-ാം നമ്പർ വള്ളം ദേവസ്, 4-ാം നമ്പർ വള്ളം ആനാരി, 9-ാം നമ്പർ വള്ളം ഇല്ലിക്കളം. മാന്യ ശ്രോതാക്കളെ, വള്ളംകളി പ്രേമികളെ, ഇവിടെ ആകെ ഒരു ദേവലോകമായി മാറിയിരിക്കുക, ഒരു വൈഷ്ണവലോകമായി മാറിയിരിക്കുക. ഇതെന്തൊരു സുന്ദരമായ ഒരു ചൈതന്യമാണ്. ജനം അങ്ങനെ ശ്വാസമടക്കി പിടിച്ചിരിക്കുക. ഇവിടെ ഈ മെയിൻ പവലിയന്റെ അപ്പുറ വശത്ത് ആ ബാരിക്കേഡുകളിലെ ബോട്ടുകളും വള്ളങ്ങളും ഹൗസ് ബോട്ടുകളും ഒക്കെ ഇട്ട് ആൾക്കാർ അരയും തലയും മുടക്കിയിരിക്കുക. ഞങ്ങളുടെ നേരെ എതിർകരയിലാണെങ്കിൽ ആ പെർമനന്റ് ഗ്യാലറിയിൽ ആദ്യം ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടിയതിന്റെ അന്തസ്സിൽ അവരിയ്ക്കുക. അവരും അങ്ങനെ ഇരുന്ന് സന്തോഷിക്കുക. അവർക്ക് ഞങ്ങൾ അഭിവാദനങ്ങൾ നേരുകയാണ്. നിങ്ങൾ നേരത്തെ വന്ന് ഇടം പിടിച്ചല്ലോ, കൊള്ളാം വള്ളംകളി പ്രേമികളെ, നിങ്ങൾക്ക് നല്ലൊരു വിരുന്ന് കിട്ടട്ടെ. ഗ്യാലറികളിലായിരിക്കുക. അങ്ങനെ ആകെ അടിമുടി ഇവിടെ ഒരു സുന്ദരമായ അന്തരീക്ഷമാണെങ്കിലും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഇപ്പോഴും നമ്മൾ നോക്കുകയാണ്. 4 ജലരാജാക്കന്മാര്, അങ്ങനെ എണ്ണം പറഞ്ഞ ജലരാജാക്കന്മാര് വള്ളം വിട്ടിട്ടില്ല, അങ്ങനെ ഒട്ട് വിടത്തുമില്ല. കാരണം ഇത് ജലരാജാക്കന്മാരാണ്. ഈ ലോകത്തെ ഏറ്റവും മത്സരമേറിയ മത്സരമാണ്. അവിടെ ഏതെല്ലാം കളി കളിച്ചാലും ആരൊക്കെ കളിച്ചാലും വള്ളം 1 ഇഞ്ച് പോലും മുന്നോട്ട് ഇടാൻ അവർ സമ്മതിക്കത്തില്ല. 1 ഇഞ്ച് മാറിയാൽ ഫിനിഷിംഗ് പോയിന്റിൽ ഒരുപാട് മാറ്റം വരും. അതുകൊണ്ട് അവർ കറക്റ്റ് നിൽക്കുകയാണ്, സ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുകയാണ്. കാണികളെല്ലാം അക്ഷമരായിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നോക്കി നിൽക്കുകയാണ്. അതിസുന്ദരമായ ഒരു മത്സരം ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ മുന്നിൽ ഒരു മോണിറ്റർ ഇരിപ്പുണ്ട്. ഞങ്ങൾ അത് നോക്കിയാണ് ഈ നിർദ്ദേശമൊക്കെ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ കായൽ പരപ്പില്, ഈ കായൽ തിരമാലകളില്, അങ്ങനെ ജലപ്പരപ്പില് വാമാങ്കം തീർത്തുകൊണ്ട്, അങ്ങനെ അടനയും വാഴക്കയങ്ങളിൽ കുത്തിയെറിഞ്ഞുകൊണ്ട് അങ്ങനെ കടന്നു വരികയാണ് 4 വള്ളങ്ങള്. ഇപ്പോഴും പറയാനായിട്ടില്ല. നോക്കുക, ജനമഹാസമുദ്രമാണ്. എവിടെ പോയി നമ്മുടെ വെള്ളപ്പൊക്കം, എവിടെ പോയി നമ്മുടെ കൃഷിനാശം, എവിടെ പോയി നമ്മുടെ പ്രകൃതി ദുരന്തം? അതിനെല്ലാം നമ്മൾ അവധി കൊടുത്തുകൊണ്ട് ഇതാ സുന്ദരമായി ഇങ്ങനെ പടിഞ്ഞാറ് ഞങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിലേക്ക് നോക്കി നിൽക്കുന്നു. അവിടെയൊക്കെ പച്ച തലപ്പ് മാത്രം, അങ്ങനെ ഉയർന്ന തെങ്ങിൻ തലപ്പ് മാത്രം, മരതക പച്ചയണിഞ്ഞ് നിൽക്കുകയാണ്. മരതക മഞ്ചിമ എടുത്തണിയുന്ന പുന്നമട. അതെ, ചുമ്മാ അല്ല, ചങ്ങമ്പുഴ പാടിപ്പോയത്. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരപ്പു മഴയായി പിന്നെ. അതെ വള്ളം ഇപ്പോഴും വള്ളം വിട്ടിട്ടില്ല. ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. കസേരപ്പുറത്താണ് നിൽക്കുന്നത് മാന്യ ശ്രോതാക്കളെ, കാരണം കാണാൻ പറ്റുന്നില്ല. വള്ളംകളി പ്രേമികൾ ഞങ്ങളെ ആ ദൃശ്യത്തിന് മറച്ചിരിക്കുക. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, ആരാണേലും അവരെ കുറ്റം പറയുന്നില്ല. ഇതാ ഞങ്ങൾ നോക്കി നിൽക്കുന്നു. അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റില് വെള്ളത്തുള്ളി ചീറി പായുന്നുണ്ടോ? കണ്ണാടി കഷ്ണം പോലെ വെള്ളം ഇങ്ങനെ ചീറി തെറിക്കുന്നുണ്ടോ? ഇടിവാള് പോലെ, ജെറ്റ് പോലെ ആ 4 ജലരാജാക്കന്മാർ വരുന്നുണ്ടോ? നോക്കുക, പ്രധാനപ്പെട്ട സ്റ്റാർട്ടേഴ്സ് സഹോദരന്മാരെ, നമുക്ക് 72 വള്ളങ്ങള് ഈ ട്രാക്കിലൂടെ ചീറിപ്പാഞ്ഞു വരേണ്ടതാണ്. പക്ഷേ അത് വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ ശിഷ്യൻ ശ്രീ ജോസ് അതംകുളത്തിന് മൈക്ക് കൈമാറുകയാണ്. നന്ദി ശ്രീ വി ഗ്രിഗരി. ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക പാദ മത്സരം അങ്ങ് ആരംഭിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. എന്നാൽ ഒരല്പസമയം എടുക്കുന്നത് കൊണ്ട് ഇവിടെ ഞങ്ങൾ അങ്ങനെ അങ്ങ് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഏതാണ്ട് 4 ജലരാജാക്കന്മാര്. 1-ാം ട്രാക്കിൽ 19-ാം നമ്പർ വള്ളം മഹാദേവൻ. ഏതാണ് ഈ മഹാദേവൻ? 2007 നീരണിഞ്ഞ പട്ടാറച്ചുണ്ടൻ. അത് 2010 മുട്ടേൽ കൈനകരിയായി മാറി. പിന്നീട് 2012 അത് മഹാദേവനായി മാറി. മഹാദേവൻ ചരിത്രമുള്ള വള്ളമാണ്. കന്നി അംഗത്തിൽ തന്നെ നെഹ്റു ട്രോഫിയിലെ 4ാം സ്ഥാനം നേടുകയും 2008 ചമ്പക്കുളത്ത് വിജയിക്കുകയും ചെയ്ത ആ പഴയ മഹാദേവൻ, ആ പട്ടാരച്ചുണ്ടനായിരുന്ന മഹാദേവൻ അങ്ങനെ തയ്യാറെടുത്ത് കിടക്കുകയാണ്. ആരാണ് അതിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്? പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് കുപ്പപ്പുറമാണ്. TP രാജു രാജ്ഭവൻ കുപ്പപ്പുറമാണ് അതിന്റെ ക്യാപ്റ്റൻ. അങ്ങനെ 52.25 കോൽ നീളം, 53 അംഗുലം വണ്ണം,
ഏതാണ്ട് 90-97 തുഴക്കാര്, 7 താളക്കാര്, 5 അണിയക്കാര്. അതാണ് മഹാദേവൻ. ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിൽ 11 നമ്പർ വള്ളം ദേവസ്. ഇത് ആരുടെ വള്ളമാണ്? ശ്രീ കലാധരന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ്. 2008 നീരണിഞ്ഞു. 2011 പുന്നമടയിലെ കുഞ്ഞോളങ്ങൾക്ക് മുകളിലൂടെ ഇടിമിന്നൽ പോലെ കടന്നുപോയി. എങ്കിലും അത് പിന്നീട് തർക്കമായി കോടതിയിലേക്ക് കടന്നുപോയി. ഈ വള്ളത്തെ ഇക്കുറി അണിയിച്ചൊരുക്കുന്നത് വില്ലേജ് ബോട്ട് ക്ലബ് കുമരകമാണ്. ആരാണ് അതിന്റെ ക്യാപ്റ്റൻ? രാജൻ കെ എബ്രാഹിം കൊച്ചുപറമ്പിലാണ്. അങ്ങനെ കുമരകത്തിന്റെ കൈക്കരുത്തുമായി ദേവസ് രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുവാൻ തയ്യാറെടുക്കുമ്പോൾ മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നു 4 നമ്പർ വള്ളം ആനാരി. 2010 നീരണിഞ്ഞു. 2012 രണ്ടാം സ്ഥാനം നെഹ്റു ട്രോഫിയിൽ നേടി. തിരിച്ച് കല്ലട, പിറവം, പായിപ്പാട്, കരുവാറ്റ എന്നീ ജലമേളകളിൽ വിജയിച്ചിട്ടുള്ള അനാരി പുത്തൻചുണ്ടൻ ഇക്കുറി വേമ്പനാട്ട് ബോട്ട് ക്ലബ് കുമരകമാണ് അതിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഞാനിത് പറയുമ്പോഴേ മത്സരം ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ വിവരണം നൽകുന്നതിനായി മൈക്ക് ശ്രീ ഗ്രിഗറി സാറിലേക്ക്. മാന്യ ശ്രോതാക്കളെ, ആകാശവാണിയുടെ ദൃക്സാക്ഷികൾ നൽകുന്ന ബി വി ഗ്രിഗറി ഒന്നാമത്തെ ഗീറ്റ്സ് ആരംഭിച്ചിരിക്കുകയാണ്. മഹാദേവൻ, ദേവസ്, ആനാരി, ഇല്ലിക്കളം എന്നീ വള്ളങ്ങൾ യഥാക്രമം 1, 2, 3, 4 ട്രാക്കുകൾ ഞങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ഇതാ വെള്ളത്തുള്ളികൾ സൂര്യരശ്മിയേറ്റ് 1000 വർണ്ണരാജി തീർത്ത് അങ്ങനെ തുഴഞ്ഞു വരികയാണ്. 4 ജലരാജാക്കന്മാർ, നെറ്റിപ്പട്ടം കെട്ടിയ ജലരാജാക്കന്മാർ, ജലഗജങ്ങൾ, അവരെങ്ങനെ ചാട്ടുളി പോലെ ഓളപ്പാത്തുകളെ കീറി മുറിച്ചുകൊണ്ട് മഹാദേവനായിട്ട് തന്നെ വരുമ്പോൾ ദേവസ് വിടാതെ പിടിക്കുക. ആനാരി വിടുന്നില്ല, ഇതില്ലിക്കളം വിടുന്നില്ല. എല്ലാ വള്ളങ്ങൾക്കും ചരിത്രമുണ്ട്. ഇന്ന് വള്ളങ്ങളുടെ രൂപഭാവം മാറിയല്ലോ. 52.25 കോല് നീളത്തില് വള്ളങ്ങൾ അങ്ങനെ നീക്കുകയാണ്. 59 അങ്കുലം വണ്ണം, 50 അങ്കുലം വണ്ണം, 49 അങ്കുലം വണ്ണം, 85 തുഴക്കാര്, ഏതാണ്ട് 195 തുഴക്കാര്. ഇപ്പൊ പണ്ടൊക്കെ ചുണ്ടൻവള്ളത്തിന് 4 പങ്കായമായിരുന്നു. ഇന്ന് അത് 5 പങ്കായമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു ചവിട്ടുകാരനായിരുന്നു, പിന്നീട് അത് ഇടിക്കാരനായി, ഇപ്പൊ അത് 2 ഇടിയന്മാരായി. ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോൾ സൂര്യരശ്മികളേറ്റ് ഇതാ അടവങ്കായം വെട്ടിത്തിളങ്ങുന്നു. 4 വള്ളങ്ങളും ഒരുപോലെ കടന്നു വരികയാണ്. ഓളപ്പാത്തുകളെ കീറിമുറിച്ചുകൊണ്ട് മഹാദേവൻ, വള്ളാത്തുരുത്ത് ബോട്ട് ക്ലബിന്റെ മഹാദേവൻ, ടി.പി. രാജു രാജഭവൻ നയിക്കുന്ന മഹാദേവൻ, രണ്ടാം ട്രാക്കിലൂടെ ദേവസ്, വില്ലേജ് ബോട്ടുകൾ കുമരകൻ നയിക്കുന്ന രാജൻ കെ എബ്രാഹത്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്, മൂന്നാം ട്രാക്കിലൂടെ ആനാരി, വേമ്പനാട് ബോട്ട് ക്ലബ് കുമരകം, കെ.പി. സന്തോഷ്, തേനമ്പ്ളാക്കൻ നയിക്കുന്നു. അടുത്തത് ഇല്ലിക്കളം ജീസസ് ബോട്ട് ക്ലബ്ബ് കൊല്ലം, ബിനോയ് മാത്യു, ബ്ലസൻ 3 നയിക്കല്, 3 പേര് അങ്ങനെ ഒരുപോലെ നയിക്കുന്ന ആ 4 വള്ളങ്ങൾ ഒരുപോലെ കടന്നു വരികയാണ്. ഇതാ ഏതാണ്ട് 300-400 മീറ്റർ കഴിഞ്ഞു. ഇടിമിന്നൽ പോലെ 1280 മീറ്റർ ഏതാണ്ട് 4 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്യുന്ന ചരിത്രത്തിലേക്ക് വന്നു. പണ്ടൊക്കെ 5-8 മിനിറ്റുകൾ എടുക്കുമായിരുന്നെങ്കിൽ ഇന്ന് മിന്നൽ പോലെ, ഇടിമിന്നൽ പോലെ അങ്ങനെ കുതിച്ചു വരികയാണ്. ചാട്ടുളി പോലെ 4 വള്ളങ്ങൾ ഒരുപോലെയാണ്. മാനീയ ശ്രോതാക്കളെ, 4 വള്ളങ്ങൾ ഒരുപോലെ കടന്നു വരികയാണ്. ഒരുപോലെ ഇതാ പടിഞ്ഞാറ് ട്രാക്ക്. ഇപ്പോ ട്രാക്കിന് വെള്ളത്തിന്റെ പ്രശ്നമില്ലല്ലോ, നല്ല വെള്ളക്കെട്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. വള്ളം പിടിവിട്ടിങ്ങി പോരുകയാണ്. 4 പേരും ഒരുപോലെ. മഹാദേവൻ, ദേവസ്, ആനാരി, ഇല്ലിക്കളം. അതേ കാരിരുമ്പിന്റെ സമാനതയുള്ള കുട്ടനാടൻ തുടശിക്കാരും വിവിധ ജില്ലകളിലെ തുടശിക്കാരും തുടങ്ങിങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇല്ലിക്കളമാണോ ഒരല്പം മുന്നിൽ. അതേ 4ാം ട്രാക്കിലൂടെ വരുന്ന 9ാം നമ്പർ വള്ളം ഇല്ലിക്കളം വിടുന്നില്ല, ആനാരി വിടുന്നില്ല. ആനാരി 3ാം ട്രാക്കിലൂടെ 4ാമത്തെ വള്ളം കടന്നു വരുന്നു. ഒന്നും പറയാറായിട്ടില്ല. ചെറുമുറിക്ക് അപ്പുറം എത്തിയിട്ടേ ഉള്ളൂ. ഇതാ ഇനിയും 100-200 മീറ്റർ തുഴയാനുണ്ട്. ഇതാ കുതിച്ചു വരികയാണ്. അങ്ങനെ അടവങ്കായം വടച്ചക്രം പോലെ ചുഴറ്റി എറിഞ്ഞുകൊണ്ട് ഇന്ദ്രജാലം പ്രകടിപ്പിച്ചുകൊണ്ട് ഓളപ്പാത്തുകളെ കീറി മുറിച്ചുകൊണ്ട് അതിമനോഹരമായി, അതിശക്തമായി, അതിസുന്ദരമായി എണ്ണയിട്ട യന്ത്രം പോലെ 4 വള്ളങ്ങളും ഒരുപോലെ കടന്നു വരികയാണ്. ഇതാ ആനാരിയും ഇല്ലിക്കളവും തമ്മിൽ 3-4 ട്രാക്കില് അതിമനോഹരമായി തുഴയുകയാണ്. അതോടെ ദേവസ് പിടിവിടുന്നില്ല. ദേവസ് കയറി വരികയാണ്. ഇല്ല, പറയാറായിട്ടില്ല. അട്ടിമറിയാണ്. ഇതാ കാനറി പക്ഷികളെ പോലെ, ബ്രസീലിന്റെ ബ്രസൂക്ക പോലെ അവരിങ്ങനെ തുടങ്ങി വരുന്നു. സമ്പതാളം പോലെ വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ട് അങ്ങനെ ട്രാക്കിലൂടെ ആനാരിയും ദേവസും ഇങ്ങനെ കുതിച്ചു വരികയാണ്. ദേവസ് ആനാരി, ആനയും അമ്പാരിയും ചേർത്ത് ഇല്ല, പിടിവിടുന്നില്ല. ഇല്ലിക്കളവും വിടുന്നില്ല. അങ്ങനെ 4 വള്ളങ്ങൾ ഏതാണ്ട് ഒരുപോലെ കാണുന്നത് മാത്രം ഞങ്ങൾ പറയുകയാണ്. ഒന്നും പറയാറായിട്ടില്ല.
ഒരു മിനിറ്റിന്റെ ഒരു സെക്കൻഡിന്റെയോ 100-1 സമയത്ത് അട്ടിമറി നടക്കും. ഇതാ 4-ാം ട്രാക്കിലൂടെ ഇല്ലിക്കളം പതുക്കെ കടന്നു വരികയാണ്. ഇല്ലിക്കളം ആനാരിയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ്. ഇല്ലിക്കളം ആനാരി തെരവുഞ്ഞിട്ട് കുതിച്ചു കുത്തി കൂത്താടി വാ, ഇടിച്ചു വാ, ആകെ അണ്ടകടാഹം മുഴകി വാ. അനാരിയെ എന്തൊരു വരവാണ്, ഇല്ലിക്കളം എന്തൊരു വരവാണ്. ഹോ കാണികളെ, മാന്യ ശ്രോതാക്കളെ, ഞങ്ങൾ പ്രകമ്പനം കൊള്ളുകയാണ്. 2 വള്ളങ്ങൾ അങ്ങനെ പിടിച്ചു വരുന്നു. ആനാരിയും ഇല്ലിക്കളം അവനങ്ങനെ അടയാഭരണം ചാർത്തി ഇടിച്ചു കുത്തി അങ്ങനെ തേറിച്ചിങ്ങി വരികയാണ്. ഇല്ലിക്കളം ആനാരി എന്തൊരു വരവ്, എന്തൊരു ശാസനം, എന്തൊരു തുടച്ച്, എന്തൊരു താളം, എന്തൊരു സ്പീഡ്. ഇടിച്ചു കുത്തി വാ ആനാരി ഇല്ലിക്കളം കേറി വാ, ഇടിച്ചു കുത്തി വാ. ഇതാ തീർന്നു. 1 2 3 4 5 അങ്ങനെ ഫിനിഷ് ചെയ്ത് കടന്നു പോയിരിക്കുകയാണ്. ആരാരെ കടത്തി വെട്ടിയെന്ന് നമുക്ക് പറയാറായിട്ടില്ല. കൊട്ടിപ്പൻ മത്സരം ഈ ഹീറ്റ്സ് തന്നെ ഇത്ര ആവേശമാകുമ്പോൾ ഫൈൻ എത്ര ശക്തമായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ 1 2 3 4 ക്രമത്തിൽ തന്നെ ജഡ്ജസിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായോ എന്ന് സംശയമാണ്. ഇല്ലാതെ തന്നെ ആ വള്ളം ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ഹീറ്റ്സ് തന്നെ പൊട്ടിപ്പൻ മത്സരമായിരുന്നു, ഉശിരം പ്രകടനമായിരുന്നു. അവർക്ക് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ആകാശവാണിയുടെ ദൃക്സാക്ഷി വിവരണത്തിന് ഇനിയും തുടർന്നുള്ള ജോസഫ് എളംകുളത്തിൻ്റെ വിവരണത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ശ്രീ വി ഗിർഗരി, ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക പാദ മത്സരത്തിൽ മഹാദേവനും ദേവസും ആനാരിയും ഇല്ലിക്കളവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പൊരുതി കടന്നുപോയ മനോഹരമായ ഒരു കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിന്റെ റിസൾട്ട് ജഡ്ജസ് പറയട്ടെ. ഇനി നടക്കേണ്ടത് ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക പാദ മത്സരത്തിലെ 2ാമത്തെ ഹീറ്റ്സ് ആണ്. 1-ാം ട്രാക്കിൽ 1-ാം നമ്പർ വള്ളം ആയാപറമ്പ് പാണ്ടി. 2012 നീരണിഞ്ഞ കരുത്തനായ ആയാപറമ്പ് പാണ്ടി തായങ്കരി ബോട്ട് ക്ലബാണ് അതിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നതെങ്കിൽ ആരാണ് അതിന്റെ ക്യാപ്റ്റൻ? ആന്റണി വള്ളവന്തറ ഗ്ലോറി അവക്സ് ഒമാനാണ് അതിന്റെ ക്യാപ്റ്റൻ. 2-ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു 8-ാം നമ്പർ വള്ളം വെള്ളം കുളങ്ങര ടൗൺ ബോട്ട് ക്ലബ് കുമരകമാണ് അതിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഡോക്ടർ PR കുമാർ പുത്തൻമടമാണ് അതിന്റെ ക്യാപ്റ്റൻ എങ്കിൽ 3-ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു 17-ാം നമ്പർ വള്ളം പുത്തൻ ചമ്പക്കുളം യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനഗരി. ജോർജ് തോമസ് തേവർകാട് നയിക്കുന്ന UBC കൈനഗരിയുടെ ചമ്പക്കുളം എന്ന ജലരാജാവ് 3-ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 4-ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു പുതുപുത്തൻ ചുണ്ടൻ സെന്റ് പയസ്റ്റൺ ബോട്ട് ക്ലബ് മങ്കൊമ്പ്. പ്രിവിൽ സി തോമസ് കോക്കോത്ത് വീടാണ് അതിന്റെ ക്യാപ്റ്റൻ. അങ്ങനെ കരുത്തരായ 4 ജലരാജാക്കന്മാർ, എണ്ണം പഴഞ്ഞ് തുഴയെറിഞ്ഞ് ചരിത്രം കുറിച്ച പുതിയ ചുണ്ടൻ വള്ളങ്ങളുടെ പിൻതലമുറക്കാർ ആരാണ്? ആയാപറമ്പ് പാണ്ടി പഴയ പാണ്ടിച്ചുണ്ടന്റെ പുതിയ തലമുറക്കാരനാണ്. 2012 നീരണിഞ്ഞു എങ്കിൽ വെള്ളംകുളങ്ങരയോ ഏറ്റവും പുതിയ വെള്ളംകുളങ്ങര. പഴയ നെപ്പോളിയൻ ചുണ്ടൻ വള്ളം 976 നെടുമുടി പൂപ്പള്ളിയിൽ കുട്ടിയച്ചനിൽ നിന്ന് അവർ വിലയ്ക്ക് വാങ്ങി അവർ വള്ളംകളി രംഗത്തേക്ക് വന്നു എങ്കിൽ ഇതാ പുതിയ നെപ്പോളിയൻ. ആ നെപ്പോളിയന് ചരിത്രമുണ്ട്. എന്താണ്? 957 58 59 തുടർച്ചയായി ആദ്യത്തെ ഹാട്രിക്കിനുടമയായ നെപ്പോളിയൻ അവർ വാങ്ങി വെള്ളംകുളങ്ങരയായി എങ്കിൽ വെള്ളംകുളങ്ങരയ്ക്കുണ്ട് ചരിത്രം. 988 2002 നെഹ്റു ട്രോഫി മാറോട് ചേർത്ത വെള്ളംകുളങ്ങര അവന്റെയും പുതിയ തലമുറക്കാരൻ ഇതാ 2-ാം ട്രാക്കിലൂടെ കടന്നു വരികയാണ്. ടൗൺ ബോട്ട് ക്ലബ് കുമരകം. ഡോക്ടർ PR കുമാർ പുത്തൻമടമാണ് അതിനെ നയിക്കുന്നത്. പരിചയ സമ്പത്തുള്ള, അതായത് 2005 2006 2007 പായിപ്പാടലിൽ പുന്നമടയിൽ നെഹ്റു ട്രോഫി മാറോട് ചേർത്ത് ചരിത്രം കുറിച്ച ഹാട്രിക്കിനുടമയായ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് വെള്ളംകുളങ്ങരയിൽ കടന്നു വരുമ്പോൾ ചമ്പക്കുളം ആ പഴയ ചുണ്ടൻ അങ്ങ് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലേക്ക് അയച്ചിട്ട് പുതിയ ചുണ്ടൻ വള്ളം ഈ 2014 നീരണിഞ്ഞ് അവര് ഇതാ ഇറങ്ങുകയാണ്. പഴയ വള്ളത്തിന്റെ ചരിത്രമോ 1989 90 91 94 95 96 98 2009 8 തവണ നെഹ്റു ട്രോഫി നേടിയ ചമ്പക്കുളത്തിന്റെ പുതിയ തലമുറക്കാരൻ ഇക്കുറി യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനഗരി അങ്ങനെ തയ്യാറെടുത്ത് കിടക്കുകയാ. ഞാനിത് പറയുമ്പോഴേ ഇതാ അതിന്റെ പ്രാഥമിക പാദ മത്സരത്തിന്റെ റിസൾട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രാഥമിക പാദ മത്സരത്തിൽ 1-ാം സ്ഥാനം ഇല്ലിക്കളം 4 മിനിറ്റ് 44.47 സെക്കൻഡിന് കടന്നുപോയി എങ്കിൽ 2-ാം സ്ഥാനത്തേക്ക് ആനാരി പുത്തൻചുണ്ടൻ 4 മിനിറ്റ് 45.47 സെക്കൻഡിന് കടന്നു വന്നിരിക്കുന്നു. 3-ാം സ്ഥാനത്തേക്ക് ദേവസ് 11-ാം നമ്പർ വള്ളം
ആ വള്ളം 4 മിനിറ്റ് 59.41 സെക്കൻഡിനും. 4ാം സ്ഥാനത്തേക്ക് 19ാം നമ്പർ വള്ളം മഹാദേവൻ 5 മിനിറ്റ് 11.64 സെക്കൻഡിനും കടന്നു വന്നതായി ജഡ്ജസ് അറിയിച്ചിരിക്കുകയാണ്. ഇത് പറയുമ്പോഴും പ്രാഥമിക പാദ മത്സരത്തിലെ 2ാമത്തെ ഹീറ്റ്സ് ആരംഭിച്ചിട്ടില്ല. അങ്ങനെ തയ്യാറെടുക്കുകയാണ്. കാര്യം സ്റ്റിൽ സ്റ്റാർട്ടിംഗ് സംവിധാനം അത് അതിൻ്റെതായ അർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവരങ്ങനെ തയ്യാറെടുക്കുകയാണ്. സ്റ്റാർട്ടേഴ്സ് അങ്ങനെ കിണഞ്ഞു പയറ്റുകയാണ്. എന്താണ്, ആധുനിക സംവിധാനം പ്രവർത്തിച്ചില്ല. ആ പഴയ സംവിധാനത്തിൽ തന്നെയാണ് ഈ കുറി 2014 62ാമത് ജലമേളയും നടക്കുന്നത്. അതിനാൽ അവിടെ ഒത്തിരിയേറെ സമഗ്രമായ കാര്യമുണ്ട്. കാര്യം എന്താണ്, അയാപറമ്പ് പാണ്ടിയും വെള്ളംകുളങ്ങരയും ചമ്പക്കുളവും സെന്റ് പയസ്റ്റൻസും എല്ലാം കരുത്തരിൽ കരുത്തരായ ജലരാജാക്കന്മാരാണ്. അവർക്ക് ഒരു മുന്നോക്കം കിട്ടാതിരിക്കുവാൻ, ഒരു കൂടുതൽ കരുത്ത് കിട്ടാൻ, അവരൊപ്പത്തിനൊപ്പം പിടിച്ചു കിടക്കുവാൻ അങ്ങനെ തയ്യാറെടുക്കുമ്പോഴേ തുടർന്നുള്ള വിവരണം നൽകുന്നതിനായി മൈക്ക് ശ്രീ ജോസഫ് ചെന്നാട്ടുശ്ശേരിക്ക് കൈമാറുകയാണ്. താങ്ക് യു ശ്രീ ഇളംകുളം. ചുണ്ടൻവള്ളങ്ങളുടെ 2ാം പാദ മത്സരത്തിലെ 2ാം ഹീറ്റ്സ് മത്സരത്തിലെ 4 ചുണ്ടൻ വള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അണിനിരക്കുന്നു. 1ാമത്തെ ട്രാക്കിൽ ആയാപറമ്പ് പാണ്ടി, 2ാമത്തെ ട്രാക്കിൽ വെള്ളംകുളങ്ങര, 3ാമത്തെ ട്രാക്കിൽ ചമ്പക്കുളം, 4ാമത്തെ ട്രാക്കിൽ സെന്റ് പയസ്റ്റൻസ്. 4 ചുണ്ടൻ വള്ളങ്ങളും സ്റ്റാർട്ടറുടെ വിസിലടിക്കായി കൊടിയടിക്കായി കാത്തിരിക്കുകയാണ്. അഗ്നികിരീടം അഴിച്ചു വയ്ക്കുവാൻ വീണ്ടും സൂര്യൻ ചക്രവാളത്തിലേക്കുള്ള യാത്ര. ചുണ്ടൻ വള്ളങ്ങൾ, ഓടിവള്ളങ്ങൾ, വെപ്പുവള്ളങ്ങൾ ശുദ്ധമായ ആവേശത്തിൻ്റെ വേലിയേറ്റത്തിൽ മുന്നേറുകയാണ്. കരയിലാണോ കായലിലാണോ ഈ ആവേശത്തിന് മുന്നിട്ട് നിൽക്കുന്നത്? കാർഷികേലത്തിൽ തനതായി ഈ വള്ളംകളി ലോകശ്രദ്ധ പിടിച്ചു പറ്റിയിട്ട് നാളുകളേറെയായി. വർഷങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന ഈ ജലോത്സവം ഈ നാടിൻ്റെ സൗമാര്യതയും സ്പോർട്സ്മാൻ സ്പിരിറ്റും വിളിച്ചോതുകയാണ്. കേരള ജനതയുടെ യോജിപ്പും കൂട്ടായ്മയും പ്രതിഫലിപ്പിക്കുന്നതാണ് തുഴച്ചിക്കാരുടെ താളാത്മകമായ തുഴയിടൽ. പ്രപഞ്ച സൗഹൃദങ്ങളെ രോമാഞ്ചമണിയിക്കുന്ന വിശ്വപ്രസിദ്ധരായ സംഗീതരുടെ തുഴയുടെ സങ്കലനം പോലെ ഹൃദ്യം മനോഹരം ഈ തുഴകളുടെ ചാരുതയാർന്ന ചലനങ്ങൾ. തുഴൽ കായലോളങ്ങളിൽ സംഗീതത്തിന് ഞരതൊമ്പരികൾ വീട്ടുന്നു. കേൾക്കുന്നില്ലേ വഞ്ചിപ്പാട്ടിൻ്റെ ഈണം? കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണേ കുയിലാളേ ഇതേതകതകതോം. തലമുറകൾ മാറ്റൊഴിയാതെ കൈമാറാവുന്ന മാറിമാറുന്ന ഈ വഞ്ചിപ്പാട്ടിൻ്റെ താളലെ വ്യത്യാസമല്ലേ തുഴകൾ ഓളങ്ങൾ മുതിർത്തിവിടുന്നത്? എഴുത്തച്ഛൻ്റെയും കുഞ്ഞന്തമ്പിയാരുടെയും ഉള്ളൂരിൻ്റെയും വള്ളത്തോളിൻ്റെയും വയലാറിൻ്റെയും ഭാഷയിൽ ഒരു കാവാല ശൈലിയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ടാദികൾക്കും ഞങ്ങൾ സ്വാഗതം ഓതിക്കഴിഞ്ഞു. സൂര്യൻ വീണ്ടും പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് കാലത്തിന് നിലയ്ക്കാത്ത പ്രയാണമാണ്. പക്ഷേ ഇവിടെ പുന്നമടക്കായലിൽ ഓജസ്സാരുന്ന തുഴക്കാരുടെ തുഴകൾ ജലധാരകളെ പകുത്തുമാറ്റി ചുണ്ടൻ വള്ളങ്ങൾ മുന്നേറുകയാണ്. തിടമ്പേറെ ഗജവിജയന്മാരുടെ തല അനുസ്മരിപ്പിച്ചുകൊണ്ട് 16 ചുണ്ടൻ വള്ളങ്ങൾ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മത്സരത്തിനായി കാത്തുകിടക്കുന്നതിൽ ഇപ്പോൾ അയാപറമ്പ് വാണ്ടി, വെള്ളംകുളങ്ങര, ചമ്പക്കുളം, പയസ്റ്റൻസ് എന്ന 4 ചുണ്ടൻ വള്ളങ്ങൾ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാപറമ്പ് വാണ്ടി 2012 പുതുക്കി പണിതു. 52.25 കോൾ നീളം, 53 അങ്കുലം വണ്ണം, 90 തുഴക്കാര്, 5 അമരക്കാര്, 9 നിലക്കാര്. വെള്ളംകുളങ്ങര 1988 ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇവിടെ നെഹ്റു ട്രോഫി കരസ്ഥമാക്കി. 2002 നെഹ്റു ട്രോഫി കരസ്ഥമാക്കി. വെള്ളംകുളങ്ങര ടൗൺ ബോട്ട് ക്ലബ്ബാണ് ഇപ്പോൾ തുഴയുന്നത്. ടൗൺ ബോട്ട് ക്ലബ്ബ് കുമരകം. ഡോക്ടർ PR പുത്തൂരാണ് മര്യാദുരുത്താൻ്റെ ക്യാപ്റ്റൻ. 3ാമത്തെ ട്രാക്കിൽ ചമ്പക്കുളം 8 തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ചമ്പക്കുളം യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനകരി ആണ് നയിക്കുന്നത് ജോർജ് തോമസ് ചേവർകാട്. 4ാമത്തെ ട്രാക്കിൽ പയസ്റ്റൻസ് ബോട്ട് ക്ലബ്ബ് മങ്കമ്പ് പ്രമീൽ C തോമസ് ആണ് എൻ്റെ ക്യാപ്റ്റൻ. ഞാൻ തുടർന്നുള്ള ദൃക്സാക്ഷിവ്രതത്തിന് ഞാൻ ശ്രീ ജോളി എതിരേറ്റ് നമുക്ക് താങ്ക് യു മിസ്റ്റർ ജോസഫ് ചേനാട്ടുശ്ശേരി. ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരത്തിലെ 2ാം ഹീറ്റ്സിന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തയ്യാറെടുക്കുകയാണ്. 1ാം ട്രാക്കിൽ ആയാപറമ്പ് പാണ്ടി തായങ്കരി ബോട്ട് ക്ലബ്ബ് തുഴയുന്നു. ആന്റണി വള്ളവന്തറ ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, ഗ്ലോറി അപ്പെക്സ് ഇന്റർനാഷണൽ LLC ഓഫ് ഒമാൻ അതിന്റെ ക്യാപ്റ്റനെങ്കിൽ ആയാപറമ്പ് പാണ്ടി കരക്കാരുടെ വള്ളമാണ്. 2012 കോയിൽമുക്ക് സാബു ആചാര്യയുടെ നേതൃത്വത്തിൽ 53.25 കോൽ നീളം, 50 അങ്കുലം വണ്ണം, 5 അമരക്കാര്, 91 തുഴച്ചിക്കാര്, 9 നിലക്കാര്. തായങ്കരി ബോട്ട് ക്ലബിന് ചരിത്രമുണ്ട്. 77-ലും 78-ലും സ്വന്തം കരക്കാര് സ്വന്തം വള്ളത്തിൽ നെഹ്റു ട്രോഫി
കൈയടക്കിയവരാണ് ആര്? തായങ്കരി ബോട്ട് ക്ലബ്ബ്. എങ്കിൽ വെള്ളംകുളങ്ങര അത് തുഴയുന്നത് ടൗൺ ബോട്ട് ക്ലബ്ബ് കുമരകമാണ്. ഡോക്ടർ PR കുമാർ പുത്തൻമഠം മര്യതുരത്ത് അയമനമാണ് അതിന്റെ ക്യാപ്റ്റനെങ്കിൽ വെള്ളംകുളങ്ങരയ്ക്ക് ചരിത്രമുണ്ട്. 88-ല് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 4 മിനിറ്റ് 48 സെക്കൻഡിന് ഇവിടെ ഫിനിഷ് ചെയ്തു, 1-ാം സ്ഥാനം കരസ്ഥമാക്കി. 98-ല് വീണ്ടും ആ വള്ളം പുതുക്കിപ്പണത്. 2013-ല് 53.25 കോൽ നീളമുണ്ട്, 52 അങ്കുലം വണ്ണം, 5 അമരക്കാര്, 94 തുഴച്ചിക്കാര്, 9 നിലക്കാര്. ടൗൺ ബോട്ട് ക്ലബ്ബ് കുമരകമാണ് അത് തുഴയുന്നത്. അവർക്ക് ചരിത്രമുണ്ട്. അവര് 99-ല് ആലപ്പാടനിൽ ഇവിടെ നെഹ്റു ട്രോഫി കൈയടക്കിയവരാണ്. 2004-ല് ചെറുതനയിൽ ഇവിടെ നെഹ്റു ട്രോഫി കൈയടക്കി. വീണ്ടും അവര് 2005-ലും 2006-ലും 2007-ലും പായിപ്പാടിനിൽ ഹാട്രിക് വിജയം നേടി. അവരുടെ ഹാട്രിക് ആണ് ഇന്ന് നിലനിൽക്കുന്നത്. വീണ്ടും 2010-ൽ അതിൽ ജവഹർ തായങ്കരിയിൽ നേടി. എങ്കിൽ 3-ാം ട്രാക്കിൽ ആരാണ് വരുന്നത്? അത് 17-ാം നമ്പർ വള്ളം ചമ്പക്കുളം തച്ചനുന്നം പിടിപ്പിച്ച പൊന്നാഞ്ഞിലിത്തോണിയോ, ആറന്മുളത്തേവരാറാട്ടിനെത്തുന്ന പള്ളിപ്പെരുന്തോണിയോ, ഉലകിന്റെ പുകളായ തോണി, തച്ചൻ ഉയരുന്നി ഓറ്റുന്ന തോണി, ഒരുമിച്ച് തുഴയാം ഒരുമിച്ച് തുഴയാം ഹൈലേശ ഹൈലേശ ഹൊയ്. അങ്ങനെ ചമ്പക്കുളം ചുണ്ടൻ 89-ലും 90-ലും 91-ലും 94-ലും 95-ലും 96-ലും 98-ലും 2009-ലും 8 തവണ നെഹ്റു ട്രോഫി കൈയടക്കിയ ചമ്പക്കുളം ചുണ്ടൻ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് മ്യൂസിയത്തിലേക്ക് നീങ്ങിയെങ്കിൽ 2014-ല് 7 മാസം കൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് പണിതീർത്ത് ഏതാണ്ട് 750 കുബിക് അടി തടിയിൽ 46 ലക്ഷം രൂപ മുതൽ മുടക്കില് വള്ളം ഇവിടേക്ക് കടന്നു വരികയാണ്. അത് തുഴയുന്നതാരാണ്? അത് UBC കൈനകരിയാണ്, യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനകരി. അവർക്ക് ചരിത്രമുണ്ട്. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി കൈയടക്കിയിരിക്കുന്നത് ആര്? അത് UBC കൈനകരിയാണ്. UBC കൈനകരിയാണ് ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി മുത്തമിട്ടിട്ടുള്ള ചുണ്ടൻ. അത് കാരിച്ചാലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി കൈയടക്കിയിട്ടുള്ള ടീം അത് UBC കൈനകരിയാണ്. അവര് 63-ൽ ഗിയർഗോസിൽ നേടി, 64-ൽ സെന്റ് ജോർജിൽ നേടി, 65-ലും 68-ലും പാർത്ഥസാരഥിയിൽ നേടി, 70-ൽ കല്ലൂപ്പറമ്പനിൽ നേടി, 76-ൽ കാരിച്ചാലിൽ നേടി, വീണ്ടും 79-ല് ആയാപറമ്പ് വലിയരിവാഞ്ചിയിൽ നേടി, വീണ്ടും 89, 90, 91-ല് അവർ ചമ്പക്കുളത്തിൽ ഹാട്രിക് വിജയം നേടി. അതാണ് യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനകരി. അതിനെ നയിക്കുന്നത് ആരാണ്? വക്കച്ചൻ തേവർകാട്, ജോർജ് തോമസ് തേവർകാട് ആണെങ്കിൽ വീണ്ടും വരുന്നത് ആരാണ്? അത് 15-ാം നമ്പർ വള്ളം 4-ാം ട്രാക്കിൽ സെന്റ് പയസ്റ്റെന്ത്. അവര് പുതിയ വള്ളം വെച്ചതാണ്. കഴിഞ്ഞ കാലം വരെ അവര് ചെറുവള്ളങ്ങളില് ഈ പുന്നമടയുടെ ഓളങ്ങൾക്ക് ഹരം പകർന്നുകൊണ്ട് കടന്നു വന്നെങ്കിൽ ഇക്കുറി അവര് കഠിനമായി പരിശ്രമിച്ച് അവര് സ്വന്തം വള്ളം പണിതിറക്കി. ആ സ്വന്തം വള്ളത്തിൽ സ്വന്തം ടീം എത്തുകയാണ്. ആരിലൂടെ? മങ്കമ്പ് പയസ്റ്റെന്തിലൂടെ. അങ്ങനെ അതിന് 52.25 നീളമുണ്ട്, 53 അങ്കുലം വണ്ണമുണ്ട്, 87 തുഴച്ചിക്കാര്, 5 അമരക്കാര്, 7 നിലക്കാര്. അതിന്റെ ക്യാപ്റ്റൻ ആരാണ്? പ്രിമൽ സി തോമസ് കോക്കോത്തുവീട് തത്തമ്പള്ളി ആലപ്പുഴയാണ്. അങ്ങനെ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ ചുണ്ടൻ വള്ളങ്ങളുടെ ഈ 2014-ലെ 62ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തില് സുന്ദരമായ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി 4 ജലരാജാക്കന്മാര് അതികഠിന പ്രയത്നം നടത്തുകയാണ്. സ്റ്റാർട്ടർ അവിടെ നിന്ന് ഉരുകുകയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോകുന്നു. കാരണം അത്ര കണ്ട് വിഷമം പിടിച്ച ഒരു കാര്യമാണ് ഈ സ്റ്റാർട്ടിംഗ് സംവിധാനം. വള്ളം ഒന്ന് വിട്ടുകഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല, നടുവ് നിവർക്കൊന്ന് നിൽക്കാം, പിന്നെ ആ പോക്കൊന്ന് കണ്ട് ആസ്വദിച്ച് നിൽക്കാം. പക്ഷേ ഈ വള്ളം ഒന്ന് വിടണ്ടേ? ആ വിട്ട് കിട്ടുന്ന ആ സമയം വരെ ഉണ്ടാകുന്ന ആ കഠിനമായ പോരാട്ടം ഇതാ വിട്ടു കഴിഞ്ഞു. 2-ാം ഹിൽസിലെ ചുണ്ടൻ വള്ളങ്ങളുടെ 2-ാം പ്രാഥമിക മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. UBCയും തായങ്കരി ബോട്ട് ക്ലബ്ബും ടൗൺ ബോട്ട് ക്ലബ്ബ് കുമരകവും സെന്റ് പയസ് ബോട്ട് ക്ലബ്ബും തമ്മിലുള്ള ഉജ്ജ്വലമായ പോരാട്ടം, കൈക്കരുത്തിന്റെ പോരാട്ടം, മനക്കരുത്തിന്റെ പോരാട്ടം, ശക്തിയുടെ പോരാട്ടം, ആർപ്പുവിളിയുടെ പോരാട്ടം, താളത്തിന്റെ പോരാട്ടം, ഉജ്ജ്വലമായ പോരാട്ടം. ജലോത്സവ ലോകം ഉറ്റുനോക്കുന്നത് ഈ കാഴ്ചയാണ്. ആരടാ ഇതിലെ മുൻപേ വരുന്നത്? ഈ 1240 മീറ്റർ ദൈർഘ്യം എത്ര കണ്ട് വേഗതയിൽ ആരാണ് ഈ വെള്ളത്തുള്ളികളെ തള്ളി തീറി തെറിപ്പിച്ച് ഈ ജലഗണങ്ങളെ വെള്ളി കഷ്ണങ്ങളാക്കി മാറ്റുന്നത് എന്നുള്ള കാഴ്ചയ്ക്ക് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശൈലി മാറി, രീതി മാറി. കൊല്ലം ശൈലി വന്നു, കുമരകം ശൈലി വന്നു, ആലപ്പുഴ ശൈലി വന്നു. ഇന്ന് എല്ലാ ശൈലിയും ഇവിടെ തത്തിക്കളിക്കുകയാണ്. ഗിരിഗിരി
ആന്റണി സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണ്ട് ചുണ്ടൻ വള്ളങ്ങൾ തുഴഞ്ഞു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു കറക്കി കുത്തി വരുന്നത് ശൈലി. ഇന്ന് ആ ശൈലി മാറി, രീതി മാറി. പണ്ടൊക്കെ അയ്യത്താരപ്പൊടി പൊടിയേ അവിടെ കയ്യേ വളകിലുങ്ങി എന്നുള്ള താളം കൊടുത്തവരെ പിന്നീട് ഇങ്ങോട്ട് മാറി ശരണം ശരണമേ ശരണം പൊന്നയ്യപ്പ അയ്യപ്പ ശരണം ശരണം പൊന്നയ്യപ്പ എന്നുള്ള താളം മാറി. യേശുവേ മാതാവേ യേശുവേ മാതാവേ എന്നുള്ള താളം വന്നു. അതും കഴിഞ്ഞു. ഇന്ന് ആടി വലിയടി ആടിക്കുത്തടി ആടി വലിയടി ആടി വലിയടി അതും മാറി. അയ്യടാ പോയടാ അയ്യോ പോയേ. ഇതാ 4 ജലരാജാക്കന്മാർ ജലജെറ്റ് പോലെ കടന്നു വരികയാണ്. പുന്നമടക്കായൽ ഇങ്ങനെ രോമാഞ്ചത്താൽ ഇങ്ങനെ കുളിർക്കാറ്റേകി നിൽക്കുകയാണ്. തീരങ്ങളിൽ നിൽക്കുന്നവരിങ്ങനെ ആവേശത്തിന്റെ ലഹരിയിൽ വിരൽത്തുമ്പിൽ നിന്ന് വിറയ്ക്കുകയാണ്. ആരടാ ഇതിലെ മുൻപ് വരുന്നത്? ഇതാ UBCയുടെ ചമ്പക്കുളവും 4ാം ട്രാക്കിലെ UBC ഇല്ല വെള്ളംകുളങ്ങരയും തമ്മിലുള്ള ഉജ്ജ്വലമായ പോരാട്ടം. ആയാപറമ്പ് ബാണ്ടിയുണ്ട് 1ാം ട്രാക്കിൽ, 2ാം ട്രാക്കിൽ വെള്ളംകുളങ്ങരയുണ്ട്, 3ാം ട്രാക്കിൽ ചമ്പക്കുളമുണ്ട്, 4ാം ട്രാക്കിൽ സെന്റ് പയസ് ഉണ്ട്. തായങ്കരി ബോട്ട് ക്ലബും ടൗൺ ബോട്ട് ക്ലബ്ബ് കുമരകവും യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനകരിയും സെന്റ് പയസ് ബോട്ട് ക്ലബ്ബ് മങ്കമ്പും തമ്മിലുള്ള ഉജ്ജ്വലമായ പോരാട്ടം. ഇപ്പോൾ 4ലെ വെള്ളംകുളങ്ങര അല്പം മുൻപിലോ എന്നൊരു ചോദ്യം ഇല്ല. ചമ്പക്കുളം ഒപ്പമുണ്ട്, UBCയുടെ കരുത്തന്മാര് ഒപ്പമുണ്ട്, ഇല്ല വിട്ടുകൊടുക്കുന്നില്ല. 2ലെ ആര് വെള്ളംകുളങ്ങര ഒപ്പം മുന്നോട്ട് കുതിക്കുന്നു. ഇല്ല 4ഉം 3ഉം 4ഉം തമ്മിലുള്ള ഉജ്ജ്വലമായ പോരാട്ടം. ആരിവിടെ മുന്നോട്ട് കുതിക്കുന്നു? ഇല്ല 2, 3, 4 ട്രാക്കിലുള്ള വള്ളങ്ങൾ ഉജ്ജ്വലമായി പോരാടുകയാണ്. ഇതാ 2ാം ട്രാക്കിലെ വെള്ളംകുളങ്ങരയാണോ 3ാം ട്രാക്കിലെ ചമ്പക്കുളമാണോ? ചോദ്യചിഹ്നം ഉയരുകയാണ്. ഇതാ ചമ്പക്കുളം ഇല്ല വെള്ളംകുളങ്ങര ഉജ്ജ്വലമായ മുന്നേറ്റം. ആരിവിടെ അടനയമ്പുകൾ കുത്തിയെറിഞ്ഞ് ജലത്തുള്ളികളെ ചില്ലു കഷ്ണങ്ങളാക്കി മാറ്റി ആരിവിടെ ഉജ്ജ്വലമായ പോരാട്ടം കാഴ്ചവെക്കും? കാണികൾ ഒന്നടങ്കം ഇളകി ാണ്. ഇതാ വെള്ളംകുളങ്ങര ഇല്ല ചമ്പക്കുളം ഇല്ല സെന്റ് പയസ് ഇല്ല ആദ്യ ട്രാക്കിലെ ആയാപറമ്പ് പാണ്ടി അല്പം പിറകിലാണ്. ഇല്ല ചമ്പക്കുളം വിട്ടുകൊടുക്കുന്നില്ല, ഇല്ല വെള്ളംകുളങ്ങര വിട്ടുകൊടുക്കുന്നില്ല. തങ്ങളുടെ കുമരകം ടൗണിന്റെ 2005, 6, 7 ഹാട്രിക്ക് ഞങ്ങൾ ഇവിടെ നിലനിർത്താൻ വേണ്ടി വന്നവരാണ്. ഇല്ല ചമ്പക്കുളം തന്നെ അല്പം മുൻപിൽ. ഇല്ല വെള്ളംകുളങ്ങര. വെള്ളംകുളങ്ങരയും ചമ്പക്കുളവും തമ്മിലുള്ള തീപാറുന്ന പോരാട്ടം. അവസാന കൊടിപ്പാടിൽ കുമരകത്തിന്റെ ശൈലിയാണോ അതോ കൈനകരിയുടെ ശൈലിയാണോ? ഇതാ ചമ്പക്കുളവും വെള്ളംകുളങ്ങരയും തമ്മിലുള്ള ഉജ്ജ്വലമായ പോരാട്ടം. ഏതാണ്ട് അല്പം മുൻപിൽ ചമ്പക്കുളം. അതെ ഇല്ല വെള്ളംകുളങ്ങര വിട്ടുകൊടുക്കുന്നില്ല. ആവേശം ഇവിടെ ഉണരുന്നു, ആർപ്പുവിളിയുടെ ഉയരുന്നു. കായിക താരങ്ങൾ ആർപ്പുവിളിയുടെ താളത്തിൽ ഇതാ അയ്യടാ പോയടാ വിളിയുടെ താളത്തിൽ കുട്ടനാട്ടുകാരുടെ ഉജ്ജ്വലമായ ശീലില്ലേ, വഞ്ചിപ്പാട്ടില്ലേ, താളമില്ലേ? ഇതാ ചമ്പക്കുളം ഇല്ല വെള്ളംകുളങ്ങര ആർപ്പുവിളി ഉയരുന്നു. ഇതാ നറോന്നത ഇവിടെ മുറുകുന്നു. അയ്യടാ പോയടാ ആർപ്പോ ഇറോ വെള്ളംകുളങ്ങരയാണോ ചമ്പക്കുളമാണോ? ഇല്ല ചമ്പക്കുളം പുത്തൻചുണ്ടൻ അല്പം മുൻപിൽ. ഇല്ല വെള്ളംകുളങ്ങര ചമ്പക്കുളം ഇല്ല വെള്ളംകുളങ്ങര. വെള്ളംകുളങ്ങരയും ചമ്പക്കുളവും തമ്മിലുള്ള ഉജ്ജ്വലമായ കളിക്കാലയുഗമാണ്. ഇതാ ചമ്പക്കുളം ഇല്ല വെള്ളംകുളങ്ങര. വെള്ളംകുളങ്ങരയും ചമ്പക്കുളവും തമ്മിലുള്ള ഉജ്ജ്വലമായ പോരാട്ടം. ആർപ്പോ ഇറോ ആർപ്പോ ഇറോ. എന്തൊരു വരവ്, എന്തൊരു ശക്തി, എന്തൊരു ഉഗ്രമായ പോരാട്ടം. കൈക്കരുത്തിന്റെയും മനക്കരുത്തിന്റെയും ശക്തിയുടെയും ഉജ്ജ്വല പോരാട്ടം. UBC കൈനകരി, UBC കൈനകരി ഉജ്ജ്വലമായ പോരാട്ടം. കൈക്കരുത്ത് മനക്കരുത്ത് തളരാതെ UBC കൈനകരി പുത്തൻ ചുണ്ടനില് ഫൈനലിൽ എത്തുകയാണ്. ചമ്പക്കുളം ചുണ്ടനില് UBC കൈനകരി പച്ചത്തടിയില് ഫൈനലിൽ എത്തുന്നു. ചരിത്രമാണ്, പേടിക്കണം. ഇതാ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആര് ആയാപറമ്പ് പാണ്ടിയാണോ? അല്ല സെന്റ് പയസ് മങ്കമ്പ് അവര് മുന്നോട്ട് കുതിക്കുന്നു. അവര് 3ാമതായി കടന്നു പോകുന്ന കാഴ്ച ഇത് കണ്ടില്ലേ? 4ാം ട്രാക്കിലൂടെ ആര് വരുന്നു? ആയാപറമ്പ് പാണ്ടി. ഞാനൊന്നും കണ്ടില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് അവർ തലയെക്കെട്ടൊക്കെ കെട്ടി മുന്നേ വല്ലവരും പോയോ എന്ന് നോക്കി തലയൊക്കെ ഒന്ന് പൊത്തി നോക്കി. വിട്ടോ മക്കളെ, ഫിനിഷേ ഫിനിഷേ ഫിനിഷേ. ഇതാ അടനാമ്പായങ്ങൾ കുത്തിയെറിയുകയാണ് ഫിനിഷിങ്ങിന് വേണ്ടി. അവർ മുൻപേ പോയവരെ കണ്ടില്ല എന്ന് തോന്നുന്നു. അവര് ഇടിച്ചു കുത്തുകയാണ്, അവരറിഞ്ഞു കുത്തുകയാണ്. അതെ ഫിനിഷ് 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 ഫിനിഷ്. 1ാം നമ്പർ വള്ളം അവരും ഫിനിഷിങ്ങിലൂടെ കടന്നു പോകുന്ന കാഴ്ച. അങ്ങനെ
ആയാപറമ്പ് പാണ്ടിയും വെള്ളംകുളങ്ങരയും ചമ്പക്കുളവും സെന്റ് പയസ്റ്റന്റും തമ്മിലുള്ള ഉജ്ജ്വലമായ പോരാട്ടം ഫിനിഷിങ്ങിലൂടെ കടന്നുപോയി. ജഡ്ജസ് ആണ് ഔദ്യോഗികമായി ഫലം ഇവിടെ നൽകേണ്ടത്. ശേഷം വിവരണത്തിന് ഞാൻ മൈക്ക് ജോസഫ് ഇളംകുളത്തിലേക്ക് കൈമാറുകയാണ്. നന്ദി ശ്രീ ജോളി എതിരേറ്റ്. ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക പാദ മത്സരത്തിലെ രണ്ടാമത്തെ ഹീറ്റ്സ് കടന്നുപോയി. കരുത്തരായ 4 ജലരാജാക്കന്മാര് അയ്യാപറമ്പ് പാണ്ടിയും വെള്ളംകുളങ്ങരയും ചമ്പക്കുളവും സെന്റ് പയസ്റ്റോണും തമ്മിൽ ആവേശോജ്വലമായ രീതിയിൽ കടന്നുപോയെങ്കിൽ അതിന്റെ റിസൾട്ട് ജഡ്ജസിന് കാത്തിരിക്കുമ്പോഴേ പ്രാഥമിക പാദ മത്സരത്തിലെ മൂന്നാമത്തെ ഹീറ്റ്സ് അങ്ങ് പുന്നമടയിൽ ആരംഭിക്കുകയാണ്. കരുത്തരായ 4 ജലരാജാക്കന്മാര്. ഒന്നാം ട്രാക്കിൽ 20-ാം നമ്പർ വള്ളം ജവഹർ തായങ്കരി. ഏതാണ് ഈ ജവഹർ തായങ്കരി? ഇത് 962 IC വള്ളം ജവഹർ തായങ്കരിക്കരക്കാർ വാങ്ങി ഉപയോഗിച്ചിട്ടു. അതിന് പിന്നാലെ ഉണ്ടായ പുതിയ ചുണ്ടൻ വള്ളമാണ്. 977, 78, 85, 2010 4 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ജവഹർ തായങ്കരിയെ ആരാണ് അണിയിച്ചൊരുക്കുന്നത്? തിരുവാർപ്പ് ബോട്ട് ക്ലബ് തിരുവാർപ്പാണ്. ജെയിംസ് കുട്ടി തിരുവാർപ്പാണ് അതിന്റെ ക്യാപ്റ്റൻ. അങ്ങനെ ഒന്നാം ട്രാക്കിലൂടെ ജവഹർ തായങ്കരി കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നു പുളിയങ്കുന്ന്. 2009 നീരണിഞ്ഞ പുളിങ്കുന്ന് ചുണ്ടൻ അത് പിന്നീട് 2013 പുതുക്കി പണിതു. അത് 966, 67, 69, 71 എന്നീ വർഷങ്ങളിൽ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കരുത്തനായ പുളുങ്കുന്ന്. ആരാണ് അതിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്? പുന്നമട PBC ബോട്ട് ക്ലബ് പായിപ്പാടാണ്. PBC ബോട്ട് ക്ലബ് പായിപ്പാട്. ആരാണ് അതിന്റെ ക്യാപ്റ്റൻ? നവാസ് നാലുതെങ്ങിൽ കിഴക്കേതിലാണ് അതിന്റെ ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നു 16-ാം നമ്പർ വള്ളം കരുവാറ്റ പുത്തൻ ചുണ്ടൻ. ഏതാണ് ഈ കരുവാറ്റ പുത്തൻ ചുണ്ടൻ? പഴയ പച്ചയ ചുണ്ടനാണ്. 976 കരുവാറ്റ കരക്കാർ പച്ചയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ കരുത്തനായ കരുവാറ്റ പുത്തൻ ചുണ്ടൻ. അങ്ങനെ കടന്നു വരുന്നത് കങ്കാരു ബോട്ട് ക്ലബ് ആണ് അതിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നതെങ്കിൽ സാബു ജോർജ് പുന്നക്കാട്ടുശ്ശേരിയാണ് അതിന്റെ ക്യാപ്റ്റൻ. 4-ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു പായിപ്പാടൻ. 2002 നീരണിഞ്ഞ് 2005-ലും 2006-ലും 2007-ലും കോമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ഹാട്രിക്കിന് ഉടമയാക്കി മാറ്റിയ പായിപ്പാടൻ. ഇക്കുറി ആരാണ് അതിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്? പുന്നമട ബോട്ട് ക്ലബ്ബ്. രാജു എബ്രാഹിം വലിയടത്ത് ആൻഡ് ജോർജ് കുട്ടി ചേക്കപ്പറമ്പിൽ എന്നിവരാണ് അതിന്റെ ക്യാപ്റ്റൻ എങ്കിൽ പുന്നമട ബോട്ട് ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ തോമസ് ജോസഫ് നെടിയാപറമ്പിൽ ആലപ്പുഴയുടെ പ്രതിപക്ഷ നേതാവാണ് അതിന്റെ പ്രസിഡന്റ്. അങ്ങനെ പായിപ്പാടൻ 4-ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ഇതാ ഈ ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാമത്തെ ഹീറ്റ്സിന്റെ റിസൾട്ട് എത്തിക്കഴിഞ്ഞു. ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് 17-ാം നമ്പർ വള്ളം ചമ്പക്കുളം. 4 മിനിറ്റ് 33.18 സെക്കൻഡിന് ചമ്പക്കുളം ഒന്നാമതായി കടന്നുപോയി. രണ്ടാം സ്ഥാനത്ത് വെള്ളംകുളങ്ങര 4 മിനിറ്റ് 35.70 സെക്കൻഡിന് കടന്നുപോയി എങ്കിൽ മൂന്നാം സ്ഥാനത്തേക്ക് 15-ാം നമ്പർ വള്ളം സെന്റ് പയസ്റ്റൺ കന്നി അംഗത്തിൽ 4 മിനിറ്റ് 59.84 സെക്കൻഡിന് കടന്നു വന്നിരിക്കുകയാണ്. 4-ാം സ്ഥാനത്തേക്ക് അയ്യാപറമ്പ് പാണ്ടി 1-ാം നമ്പർ വള്ളം 5 മിനിറ്റ് 37.77 സെക്കൻഡ് കടന്നുപോയതായി ജഡ്ജസ് അറിയിക്കുകയാണ്. അങ്ങനെ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക പാദ മത്സരത്തിലെ രണ്ടാമത്തെ ഹീറ്റ്സും കടന്നുപോയി. മൂന്നാമത്തെ ഹീറ്റ്സിന് വേണ്ടി ജവഹർ തായങ്കരിയും പുളിയങ്കുന്നും കരുവാറ്റ പുത്തൻചുണ്ടനും പായിപ്പാടനും അങ്ങ് പുന്നമടയിൽ തയ്യാറെടുക്കുമ്പോൾ ഇവിടെ ആയിരങ്ങളെ പുന്നമടയിലേക്ക് കണ്ണും നട്ടു നിൽക്കുന്ന ആ മനോഹരമായ ദൃശ്യം. ജവഹർ തായങ്കരി 52.25 കോൽ നീളം, 52 അങ്കുലം വണ്ണം, 85 തുഴക്കാരെ, 7 താളക്കാരെ, 5 അണിയക്കാരെ. അവർക്ക് ചരിത്രമുണ്ട്. 977-ലും 78-ലും 85-ലും 2010-ലും നെഹ്റു ട്രോഫി നേടിയ ജവഹർ തായങ്കരിയെ ഇക്കുറി ജെയിംസ് കുട്ടി തിരുവാർപ്പ് ബോട്ട് ക്ലബാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. എന്നാൽ രണ്ടാം ട്രാക്കിൽ ഇതാ കടന്നു വരുന്നു പഴമയുടെ വീരനായകൻ പുളിയങ്കുന്ന്. 966, 67, 69, 71 വർഷങ്ങളിൽ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട പുളുങ്കുന്നിന്റെ വള്ളത്തെ ഇക്കുറി നയിക്കുന്നത് PBC ബോട്ട് ക്ലബ് പായിപ്പാടാണ്. നവാസ് നാലുകെട്ടിൽ കിഴക്കേതിലാണ് അതിന്റെ ക്യാപ്റ്റൻ. ആ വള്ളത്തിന്റെ ചരിത്രമോ 51.25 കോൽ നീളം, 52 അങ്കുലം വണ്ണം,
85 തുഴക്കാര്, 10 താളക്കാര്, 5 അണിയക്കാര്, അങ്ങനെ പുളുങ്ങുന്നു. 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. 3ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. 16ാം നമ്പർ വള്ളം കരുവാറ്റ പുത്തൻ ചുണ്ടൻ. 977 അത് കരുവാറ്റ കരക്കാര് വാങ്ങിയ ആ ചരിത്രമുറങ്ങുന്ന വള്ളം ചമ്പക്കുളത്തും താഴത്തങ്ങാടിയിലും നിലറ്റുപുറത്തും ഫൈനൽസിൽ ഒന്നാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ, രണ്ടാമത്തെ ട്രാക്കിൽ വെള്ളംകുളങ്ങര, മൂന്നാമത്തെ ട്രാക്കിൽ ആനാരി, നാലാമത്തെ ട്രാക്കിൽ ജവഹർ തായങ്കരി. 4 ചുണ്ടൻ വള്ളങ്ങളും ഇപ്പോൾ ഫിനിഷ് മോനെ സമീപിക്കും. തുടർന്നുള്ള ദൃക്സാക്ഷിയെ തന്നെ ഞാൻ ശ്രീ ജോളി എതിരേറ്റമായി കൈമാറുന്നു. താങ്ക് യു മിസ്റ്റർ ജോസഫ് ജയനാട്ടുശ്ശേരി. ചുണ്ടൻ വള്ളങ്ങളുടെ തേർഡ് ലൂസേഴ്സിന്റെ ഫൈനൽ മത്സരത്തിന്റെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഒന്നാമതായി എത്തിയത് മഹാദേവൻ, രണ്ടാമത് ആയാപറമ്പ് പാണ്ഡി, മൂന്നാമത് പുളുങ്കുന്ന് കടന്നുപോയി. ഇനിയും ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനലാണ്. അതിൽ 1ാം ട്രാക്കിൽ മത്സരിക്കുന്നത് 18ാം നമ്പർ വള്ളം കാരിച്ചാൽ, 2ാം ട്രാക്കിൽ മത്സരിക്കുന്നത് 8ാം നമ്പർ വള്ളം വെള്ളംകുളങ്ങര, 3ാം ട്രാക്കിൽ മത്സരിക്കുന്നത് 4ാം നമ്പർ വള്ളം ആനാരി, 4ാം ട്രാക്കിൽ മത്സരിക്കുന്നത് 20ാം നമ്പർ വള്ളം ജവഹർ തായങ്കരി, 3ൽ മത്സരിക്കുന്നത് ആനാരിയാണ്. വേമ്പനാട് ബോട്ട് ക്ലബ്ബ് കുമരകമാണ്. KP സന്തോഷ് തേനംപ്ലാക്കൽ ഏറ്റുമാനൂരാണ് അതിന്റെ ക്യാപ്റ്റനെങ്കിൽ. 2ൽ മത്സരിക്കുന്നത് വെള്ളംകുളങ്ങരയാണ്. 88ലും 98ലും വിജയക്കൊടി പാലിച്ച ടൗൺ ബോട്ട് ക്ലബ്ബ്. അതെ, വെള്ളംകുളങ്ങര 2ലൂടെ മത്സരിക്കുമ്പോൾ 3ൽ മത്സരിക്കുന്നത് ആരാണ്? 3ൽ മത്സരിക്കുന്നത് ജവഹർ തായങ്കരിയാണ്. തിരുവാർപ്പ് ബോട്ട് ക്ലബ്ബാണ്. ജെയിംസ് കുട്ടി ജേക്കബാണ് അസോസിയേഷൻ ബോട്ട് ക്ലബ്ബ് അസോസിയേഷൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ 30 വർഷത്തെ പാരമ്പര്യമുള്ള പുന്നത്ര ബംഗാളിയിൽ ഹാട്രിക് ജേതാക്കളായ തിരുവാർപ്പ് ബോട്ട് ക്ലബ്ബാണ്. 3ൽ തുഴയുന്നെങ്കിൽ 4ൽ തുഴയുന്നത് ആരാണ്? കാരിച്ചാലാണ്. 74ലും 75ലും 76ലും 80, 82, 83, 84, 86, 2000, 2001, 2003, 2008 13 തവണ നെഹ്റു ട്രോഫിയുടെ രാജചെങ്കോൽ തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത കാരിച്ചാൽ. അതെ, ആരാണ് തുഴയുന്നത്? സെന്റ് സെബാസ്റ്റ്യൻ ബോട്ട് ക്ലബ്ബ് എറണാകുളം അജിത് മുറ്റാങ്ങലാണ്. അതെ, കാരിച്ചാലും വെള്ളംകുളങ്ങരയും ആനാരിയും തമ്മിലുള്ള ഉജ്ജ്വലമായ പോരാട്ടം. ആരുടെ കടത്തിവെട്ടും? കാരിച്ചാൽ വിജയിക്കുമോ അതോ വെള്ളംകുളങ്ങര വിജയിക്കുമോ അതോ ജവഹർ തായങ്കരിയോ? ഉജ്ജ്വലമായ പോരാട്ടം, കൈക്കരുത്തിന്റെ പോരാട്ടം, മനക്കരുത്തിന്റെ പോരാട്ടം, ശക്തിയുടെ പോരാട്ടം. ഇതാ 8ാം നമ്പർ വള്ളം വെള്ളംകുളങ്ങര ഇല്ല, 4ാം നമ്പർ വള്ളം ആനാരി ഇല്ല, വെള്ളംകുളങ്ങര കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ വെള്ളംകുളങ്ങര ഇതാ ഫിനിഷിംഗിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ ആവേശത്തിന്റെ തിരമാലകളെ ഉയർത്തിക്കൊണ്ട് ഏവരും ഉറ്റുനോക്കുന്ന, ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന 62ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഫൈനൽ മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിച്ചിരിക്കുകയാണ്. 1ാം ട്രാക്കിൽ മത്സരിക്കുന്നത് ശ്രീ ഗണേഷ്, 2ാം ട്രാക്കിൽ ഇല്ലിക്കളം, 3ാം ട്രാക്കിൽ പായിപ്പാട്, 4ാം ട്രാക്കിൽ ചമ്പക്കുളം. ശ്രീ ഗണേഷ് ഹീറ്റ്സിൽ 3 മിനിറ്റ് 38.43 സെക്കൻഡ്, ഇല്ലിക്കളം ഹീറ്റ്സിൽ 4 മിനിറ്റ് 44.47 സെക്കൻഡ്, പായിപ്പാട് 4 മിനിറ്റ് 52.57 സെക്കൻഡ്, ചമ്പക്കുളം റെക്കോർഡ് ടൈം ഇട്ടുകൊണ്ട് 4 മിനിറ്റ് 33.18 സെക്കൻഡിന് UBC കൈനകരി. ഇതാ അരയും തലയും മുറുക്കിക്കൊണ്ട് 10 തവണ നെഹ്റു ട്രോഫി ആകുന്ന രാജകന്യകയെ തങ്ങളുടെ മാറോട് ചേർത്ത UBC 4ല് ശ്രീ ഗണേഷ് കഴിഞ്ഞ 2 വർഷത്തെ ജേതാക്കള്. 2012 4 മിനിറ്റ് 42.96 സെക്കൻഡിന് റെക്കോർഡിട്ടു. വീണ്ടും കഴിഞ്ഞ വർഷം 4 മിനിറ്റ് 33.96 സെക്കൻഡിന് റെക്കോർഡിട്ടു. ആ റെക്കോർഡ് ഈ 2014 62ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തില് ചമ്പക്കുളം തിരുത്തിക്കുറിച്ചു. 4 മിനിറ്റ് 32.18 സെക്കൻഡ്. ഇതാ ചമ്പക്കുളവും ഇല്ലിക്കളവും പായിപ്പാടും ശ്രീ ഗണേഷും തമ്മിലുള്ള ഉജ്ജ്വലമായ പോരാട്ടം. ഇപ്പം 4ലെ ചമ്പക്കുളമാണോ 1ലെ ശ്രീ ഗണേഷാണോ അതോ ഇല്ലിക്കളമാണോ പായിപ്പാടാണോ? ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം. ഇല്ല, ശ്രീ ഗണേഷ് മുന്നോട്ട് കുതിക്കുന്നു, ഇല്ല ചമ്പക്കുളം കുതിക്കുന്നു, ഇല്ല ഇല്ലിക്കളം പായിപ്പാട് ശ്രീ ഗണേഷ്, ഇല്ലിക്കളം ശ്രീ ഗണേഷ് പായിപ്പാട് ചമ്പക്കുളം. തുടർന്നുള്ള വിവരണത്തിന് മൈക്ക് VV ഗ്രിഗറിയിലേക്ക് കൈമാറുകയാണ്.
2014 ട്രോഫി ആര് നെഞ്ചോടെടുക്കും? ശ്രീ ഗണേശനാണോ, ഇല്ലിക്കുളമാണോ, വായ്പാടനാണോ, ചമ്പക്കുളമാണോ? ഇതാ ആഞ്ഞുകുത്തി വരികയാണ് 4 വള്ളങ്ങൾ. എണ്ണം പറഞ്ഞ ജലരാജാക്കന്മാര് കേരളം അങ്ങോളം ഇങ്ങോളമുള്ള ആ ജലാശയങ്ങളിലെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളിലെ ശ്രീ ഗണേശനും ഇല്ലിക്കുളവും വായ്പാടനും ചമ്പക്കുളവും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടത്തിന് തയ്യാറാവുകയാണ്. ഫ്രീഡം ബോട്ട് ക്ലബ്ബ് കൈനകരിയുടെ അരുൺകുമാർ കതിരപ്പള്ളി ക്യാപ്റ്റനായിട്ടുള്ള ശ്രീ ഗണേശന് അതേ 4ാം ഹീൽസിലെ 1ാമൻ, 2ാമൻ ഹീൽസിലെ 1ാം ഇല്ലിക്കളം, അതേ സ്ഥാനക്കാരൻ ജീസസ് ബോട്ട് ക്ലബ്ബ് കൊല്ലം ബിനോയ് തോമസും പ്ലസൻ 3 തൈക്കലും. അടുത്തത് 3ാം ട്രാക്കിലൂടെ പായിപ്പാടൻ പുന്നമട ബോട്ട് ക്ലബ്ബ് രഞ്ജു എബ്രാഹാം ജോർജ് മാത്യു. അത് ആ 4ാം ട്രാക്കിലൂടെ യുണൈറ്റഡ് ബോട്ട് ക്ലബിന്റെ UBCയുടെ ചമ്പക്കുളം കടന്നു വരികയാണ്. അങ്ങനെ 4 ജലരാജാക്കന്മാര് 4 ട്രാക്കിലൂടെ ചരട് കെട്ടിപ്പിടിച്ചതുപോലെ 2014 ട്രോഫി ആര് നെഞ്ചോടെടുക്കും? അങ്ങനെ ശ്രമ്പക്കുളവും ശ്രീ ഗണേശനും തമ്മിൽ അതിമനോഹരമായ മത്സരം, പൊരിഞ്ഞ പോരാട്ടം, ജനലക്ഷങ്ങൾ ഇരമ്പിയാർക്കുകയാണ്. വള്ളംകളി പ്രേമികളുടെ നെഞ്ചകങ്ങളിലെ അട്ടിവരുടെ വാലപ്പടക്കം പൊട്ടിച്ചുകൊണ്ട് ഇതാ അണ്ടകടാഹം മുഴക്കി. അങ്ങനെ 4 വള്ളങ്ങൾ ശ്രീ ഗണേശൻ, ഇല്ലിക്കളം, വായ്പാടൻ, ചമ്പക്കുളം ആര് കടത്തിവെട്ടും? ചമ്പക്കുളവും വായ്പാടും ഇല്ലിക്കളവും ശ്രീ ഗണേശും ഇതാ ഒന്നിച്ചു വരികയാണ്, ഒരുപോലെ വരികയാണ്. അതിസുന്ദരമായ ഒഴിച്ച ഇതാ ജലപട്ടത്തിന് വേണ്ടിയുള്ള വേഗപൂരം തീർത്തുകൊണ്ട് അതിസുന്ദരമായി തുഴഞ്ഞു വരുന്നു. എന്തൊരു വരവാണ്, എന്തൊരു ശാസനയാണ്, എന്തൊരു ചൈതന്യമാണ്, എന്തൊരു വീറാണ്, എന്തൊരു ചൈതന്യമാണ്, എന്തൊരു വാക്കാണ്, എന്തൊരു തുടർച്ചയാണ്. ശ്രീ ഗണേശ, ഇല്ലിക്കളം, വായ്പാട്, ചമ്പക്കുളം, ശ്രീ ഗണേശ, ഇല്ലിക്കളം, വായ്പാട്, ചമ്പക്കുളം. മുന്നോട്ട് വാ, മുന്നോട്ട് വാ, ഇടിച്ചു കുത്തി വാ, അതിസുന്ദരമായി കുതിച്ചു വാ. ഓ ചമ്പക്കുളം, ഓ ഇടിച്ചു വരുന്നില്ല ശ്രീ ഗണേശൻ, ഇല്ല ഇല്ലിക്കളം, വായ്പാടൻ, ചമ്പക്കുളം. 4ാം ട്രാക്കിലൂടെ ഉയര ഇടിച്ചു കുത്തി അതിമനോഹരമായി UBCയും ഇല്ലിക്കളവും ചമ്പക്കുളവും വായ്പാടനും ഇതാ തുഴഞ്ഞ് അതിമനോഹരമായി ഇതാ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. പറയാനറിയത്തില്ല എന്തൊരു സുന്ദരമായ ഫിനിഷിങ്. ശേഷം സാക്ഷിപീഠത്തിന് ഞാൻ ജോസഫ് വളങ്കടത്തിന് വയ്ക്കുകയാണ്. നന്ദി ശ്രീ ഗിരിഗരി സാർ. ആവേശോജ്വലമായ ഫൈനൽ മത്സരത്തില് ശ്രീ ഗണേശനും ഇല്ലിക്കുളവും പായിപ്പാടനും ചമ്പക്കുളവും കടന്നുപോയെങ്കിൽ ഇഞ്ചോടിഞ്ച് പരിധി ആവേശകരമായ മത്സരത്തിന്റെ റിസൾട്ട് ജഡ്ജസ് പറയട്ടെ. ആവേശങ്ങളുടെ തിരമാല വാരി വിതറിക്കൊണ്ട് ഗണേശനും ഇല്ലിക്കുളവും പായിപ്പാടനും ചമ്പക്കുളവും. ചമ്പക്കുളമാണോ ഗണേശനാണോ ഇല്ലിക്കുളമാണോ പായിപ്പാടാണോ ആരെ കടത്തിവെട്ടി പ്രവചിക്കുക സാധ്യമാ? ഇതാ തുഴഞ്ഞു വന്ന് ചമ്പക്കുളം വള്ളം അവിടെ ഫിനിഷിംഗ് കടന്ന് മുങ്ങിയിരിക്കുകയാണ്. എന്നാൽ ശ്രീ ഗണേശൻ തൊട്ടടുത്ത് കടന്നു വന്നിട്ടുണ്ട്. ഇല്ലിക്കുളവും വിട്ടില്ല, പായിപ്പാടനും വിട്ടില്ല. ആരെ കടത്തിവെട്ടും? എങ്ങനെ ഒപ്പത്തിനൊപ്പം അതിന്റെ റിസൾട്ട് ജഡ്ജസ് പറയട്ടെ. തുടർന്ന് ഇക്കുറി പ്രിയ ശ്രോതാക്കളെ, നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ദിക്സാക്ഷി വിവരണത്തിന് സാങ്കേതിക സഹായം നിർവഹിച്ചത് PV ലാൽ, വേലായുധൻ, V സുരേഷ് കുമാർ, KG സാജീഷ് കുമാർ, കൂടാതെ ഏകോപനം അരുവിക്കര വിജയകുമാർ, G സന്തോഷ് കുമാർ എന്നിവരാണ്. ഇത് പറയുമ്പോൾ ഇതാ ഫിനിഷിങ് കഴിഞ്ഞ് ഇരു കരകളിൽ നിൽക്കുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ അങ്ങനെ ആവേശ തിമിർപ്പാല് ആടി തിമിർക്കുകയാണ്. എന്തൊരു ആവേശമായിരുന്നു! ഇഞ്ചോടിഞ്ച് പോരാട്ടം, മനുഷ്യന്റെ രക്തം സിരകളിലേക്ക് കുതിച്ചു പാഞ്ഞ് അങ്ങനെ മനുഷ്യനെ ആവേശത്തിന്റെ തിരമാലകൾ ഉയർത്തിയ കരുത്തരായ ശ്രീ ഗണേശനും ഇല്ലിക്കുളവും പായിപ്പാടനും ചമ്പക്കുളവും തമ്മിലുള്ള ഫൈനൽ. അതിന്റെ റിസൾട്ട് ജഡ്ജസ് ഇവിടെ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും. ആവേശം വാരി വിതറിക്കൊണ്ട് 62ാമത് നെഹ്റു ട്രോഫിയുടെ ഫൈനൽ അങ്ങനെ കടന്നുപോയി. അതിന്റെ തുടർന്നുള്ള വിവരണം ശ്രീ VV ഗിർഗരി നൽകുന്നതായിരിക്കും. താങ്ക് യു മിസ്റ്റർ ജോസഫ് വളങ്കളം. അത്യന്തം ആവേശപൂർണമായ ജലപോരാട്ടം കഴിഞ്ഞു. 4 ജലരാജാക്കന്മാർ ഫിനിഷിംഗ് പോയിന്റിലൂടെ കടന്നുപോയിരിക്കുകയാണ്. അങ്ങനെ 62ാമത് ജലോത്സവത്തിന് ഇക്കുറിയും ആകാശവാണി അതിൻ്റെ ചൈതന്യവത്തായ പങ്ക് വഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 1955 മുതൽ ഇവിടെ ആകാശവാണി ദൃക്സാക്ഷി വിവരണം നടത്തുകയാണ്. ഇവിടെ സുന്ദരമായ ഒരു മത്സരം കാഴ്ചവെച്ചു. അങ്ങനെ ഇല്ലിക്കുളവും വായ്പാടനും ശ്രീഗണേശും ചമ്പക്കുളവും കൂടെ കടന്നുപോയി. ആര് ജയിക്കുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ജഡ്ജസ് പറഞ്ഞിരുന്നൊക്കെ പറയാം, ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ. പക്ഷെ അതിമനോഹരമായ ഒരു കാലാവസ്ഥ, അതിസുന്ദരമായ ഒരു കാലാവസ്ഥ. വള്ളംകളി പ്രേമികളുടെ നെഞ്ചകങ്ങളിൽ ഇനിയിപ്പോൾ നീലാംബരി രാഗം പാടുകയാണ്. ആര് ജയിച്ചു എന്നുള്ള ഔദ്യോഗികമായ റിപ്പോർട്ട് ഇപ്പോൾ ഉടൻ തന്നെ വരുന്നതാണ്. ഓളപ്പാത്തികളെ കീറി മുറിച്ചുകൊണ്ട് 4 ജലരാജാക്കന്മാർ അങ്ങനെ പാഞ്ഞു വന്നു. അങ്ങനെ ഈ ആകാശവാണിയുടെ ദൃക്സാക്ഷി വിവരണത്തിൽ ഇക്കുറിയും ഞങ്ങൾ പങ്കെടുത്തു. സുന്ദരമായ ഈ പ്രതീക്ഷയിൽ, മനോഹരമായ അത്യാഗ്രഹത്തിൽ, അത്യാവശ്യത്തിൽ ഞങ്ങൾ സുന്ദരമായി തുടിച്ചു നിൽക്കുകയാണ്. ഇവിടെ മായൊരു ജലമഹാസമുദ്രമായിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഈ 2014 ജലോത്സവത്തിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. 1ാം സ്ഥാനത്ത് എത്തിയത്
യുണൈറ്റഡ് ബോട്ട് ക്ലബിന്റെ കൈനഗരി ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. രണ്ടാം സ്ഥാനത്ത് ശ്രീ ഗണേശൻ എത്തിയിരിക്കുകയാണ്. മൂന്നാം സ്ഥാനത്ത് ഇല്ലിക്കളം എത്തി. നാലാം സ്ഥാനത്ത് പായിപ്പാടനം എത്തിയിരിക്കുകയാണ്. അങ്ങനെ റെക്കോർഡ് സമയം കൊണ്ട് അങ്ങനെ ചമ്പക്കുളം ചുണ്ടൻ UBCയുടെ ബാനറിൽ ഇക്കുറി ട്രോഫി നേടിയിരിക്കുകയാണ്. അതായത് ഇവിടെ എല്ലാം മോട്ടോർ ബോട്ടുകളുടെ വലിയൊരു ആവേശമാണ്. അങ്ങനെ സുന്ദരമായി ഒരു അന്തരീക്ഷത്തിൽ ഈ ആകാശവാണി ഞങ്ങൾ നിങ്ങൾക്ക് ദൃക്സാക്ഷികരണം നൽകി. അതായിട്ട് എല്ലാ ടൈമും പറയുന്നതിന് ശ്രീ ജോളി എതിരേറ്റ് ഞാൻ മൈക്ക് കൈമാറുക. താങ്ക് യു മിസ്റ്റർ വി ഗിരിഗരി. ചരിത്രം കഥ പറയുന്ന പുന്നമടയുടെ തീരങ്ങൾക്ക് ആവേശം പകർത്തിക്കൊണ്ട് ചമ്പക്കുളവും ശ്രീഗണേഷും ഇല്ലിക്കളവും പായിപ്പാടും തമ്മിലുള്ള പോരാട്ടത്തില് ചമ്പക്കുളം ചുണ്ടൻ ഒന്നാമതായി കടന്നുപോയി. 4 മിനിറ്റ് 37.11 സെക്കൻഡിന് UBCയുടെ ചമ്പക്കുളം ഒന്നാമത് കടന്നുപോയി. രണ്ടാമത് ശ്രീഗണേഷ് 4 മിനിറ്റ് 39.23 സെക്കൻഡിന് കടന്നുപോയി. ഇല്ലിക്കളം 4 മിനിറ്റ് 41.12 സെക്കൻഡിന് കടന്നുപോയി. പായിപ്പാട് 4 മിനിറ്റ് 43.27 സെക്കൻഡിനും കടന്നുപോയി. ഇങ്ങനെയാണ് ഈ 2014 62ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തില് ഉജ്ജ്വല വിജയം കൊയ്ത ചമ്പക്കുളം ചുണ്ടൻ ഹീറ്റ്സ് മത്സരങ്ങളില് 4 മിനിറ്റ് 33.18 സെക്കൻഡ്. കഴിഞ്ഞ വർഷത്തെ ശ്രീഗണേഷിന്റെ 4 മിനിറ്റ് 33.96 സെക്കൻഡ് എന്ന റെക്കോർഡ് തിരുത്തി കുറിച്ചുകൊണ്ട് ചമ്പക്കുളം ഈ പുന്നമടയുടെ ഏറ്റവും വേഗത കൂടിയ ജലരാജനായി തെളിയിക്കുന്ന കാഴ്ചയാണ് ഈ 2014 നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഈ പരിസമാപ്തിയിൽ ആകാശവാണി കഴിഞ്ഞ 1955 മുതൽ പുന്നമടയുടെ നെഹ്റു ട്രോഫി തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടു കൂടി ആകാശവാണിയെ പുകഴ്ത്താം. ഈ 60ാമത്തെ വർഷവും ആകാശവാണി ഗംഭീരമായി കായിക മനസ്സുകളില് ശ്രോതാക്കളില് ആവേശത്തിന്റെ തിരമാലകളെ ഉയർത്തുന്ന രീതിയിൽ ആവേശ തിരമാലകളെ വാനോളം ഉയർത്തിക്കൊണ്ട് കുട്ടനാടിന്റെ ശൈലിയില് കുട്ടനാടിന്റെ കരുത്ത് ജനങ്ങളില് കായിക പ്രേമികളില് എത്തിക്കുന്ന കാഴ്ചയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആർപ്പ് വിളിക്കാം, ആർപ്പിട്ട് പാടാം. ആർപ്പാർ ബാർ 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 കുട്ടനാടൻ പുഞ്ചയിലെ തെയ്തോ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിന്റെ അവസാന ചടങ്ങുകൾക്കായി ശേഷം വിവരണത്തിന് മൈക്ക് വി ഗിർഗറിയിലേക്ക് കൈമാറുകയാണ്. മത്സരം അവസാനിച്ചിരിക്കുന്നു. ദൃക്സാക്ഷികരണവും അവസാനിക്കുന്നു. ഞങ്ങൾ ഇനിയും സ്റ്റുഡിയോയിലേക്ക് നാസറിന് അറിയാൻ കാര്യം ഫൈനൽ മത്സരത്തിന്റെ റിസൾട്ട് എത്രയും വേഗം ഈ സ്റ്റേജിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇറിഗേഷൻ എത്തിക്കണം. ഫൈനൽ മത്സരത്തിന്റെ റിസൾട്ട് എത്രയും വേഗം ഈ വിശിഷ്ടാതികളുടെ പവലിയനിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇറിഗേഷൻ എത്തിക്കണം. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിന്റെ റിസൾട്ട് എത്രയും വേഗം വിശിഷ്ടാതിഥിയുടെ സ്റ്റേജിൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എത്തിക്കേണ്ടതാണ്. എന്താണ് വന്നില്ല പറയാൻ വേണ്ടിട്ടില്ലേ, ചുമ്മാ അല്ല കേട്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പറയണം. അതെ,
ഇതോ ഏതിന്റെ നറുക്കെടുപ്പാ? ഈ നറുക്കെടുപ്പിന്റെ പറയുന്നത് ഏതിന്റെയാ? ഏതാ ഈ നറുക്കെടുപ്പ്? എനിക്കറിയാമല്ലോ, അതൊക്കെ പ്രോഗ്രാം ഇല്ലാത്ത കാര്യം. അത് നോട്ടീസ് ഇല്ലാത്ത കാര്യമാണ്, നമുക്കറിയാമല്ലോ. നറുക്കെടുപ്പ് MP ഏതാ ചോദിക്കുന്നത്? ആ എന്താ നറുക്കെടുപ്പ്? കൊണ്ടുവന്ന മത്സരം കഴിഞ്ഞാൽ പിന്നെ ഇത് കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ എന്താ കാര്യം? റിസൾട്ട് കൊണ്ടുവന്നോ? റിസൾട്ട് കൊണ്ടുവന്നോ? വെള്ളം മുങ്ങിക്കിടക്കേ വെള്ളം. കുട്ടിക്കത്ത് കാര്യം. പ്രവചന മത്സരം എന്നതാ? കൊണ്ടുവന്നോ? ഹലോ, കൊണ്ടുവന്നോ? ചുണ്ടൻ വള്ളത്തിന്റെ ഫൈനൽ അനൗൺസ് ചെയ്യുവാണ്. വിജയികളെ അനൗൺസ് ചെയ്യുന്നു. ഒന്നാം സ്ഥാനം ചമ്പക്കുളം. സമയം 4 മിനിറ്റ് 37 സെക്കൻഡ് 37.11 സെക്കൻഡ്. രണ്ടാമത്തെ ശ്രീഗണേശൻ 4 മിനിറ്റ് 39.23 സെക്കൻഡ്. മൂന്നാമത് ഇല്ലിക്കുളം 4 മിനിറ്റ് 41.12 സെക്കൻഡ്. നാലാമത് പായിപ്പാട് 4 മിനിറ്റ് 43.27 സെക്കൻഡ്. ചമ്പക്കുളത്തിന്റെ ക്യാപ്റ്റൻ മാത്രം വരിക സ്റ്റേജിലേക്ക്. ചമ്പക്കുളത്തിന്റെ ക്യാപ്റ്റൻ മാത്രം സ്റ്റേജിലേക്ക് വരിക. ട്രോഫി ഏറ്റുവാങ്ങുവാനായിട്ട് ബഹുമാനപ്പെട്ട ഗവർണർ എത്രയും പെട്ടെന്ന് ചമ്പക്കുളത്തിന്റെ ക്യാപ്റ്റൻ മാത്രം സ്റ്റേജിലേക്ക് വരിക. UBCയുടെ ക്യാപ്റ്റൻ ശ്രീ ജോസഫ് തോമസ് തേവർകാട് ഈ സ്റ്റേജിലേക്ക് വരണം. ഈ 62ാം ഫൈനൽ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഫൈനൽ മത്സരത്തിന്റെ ട്രോഫി, ഫൈനൽ ജേതാവിന്റെ ട്രോഫി വിതരണം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഗവർണർ ശ്രീമതി ഷീല ദീക്ഷിത്തും നമ്മുടെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ പ്രൊഫസർ PJ കുര്യൻ സാറുമാണ്. വന്നോ ക്യാപ്റ്റൻ? വന്നോ? വായിക്കട്ടെ, കൊടുക്കാറായി. വന്നോ? ട്രോഫി നമ്പർ 1 നെഹ്റു ട്രോഫി ബോട്ട് റേസ് presented by late Pandit Jawaharlal Nehru. Trophy number 2 Kerala Chief Minister's Trophy presented by late A. Mandathu Padmanabhan. Trophy number 3 Kerala PWD Minister Trophy presented by Sri Damodaran Poti. Trophy number 4 Kerala Health Minister's Trophy presented by Sri N.K. Balakrishnan. Kerala Revenue Minister's Trophy presented by Sri Baby John. Trophy number 6 Padma Bhushan Mandathu Padmanabhan Memorial Trophy presented by NSS Union Kuttamangalam. Trophy number 7 Trophy number 7 E. John Jacob Memorial Trophy presented by NDPR Society.
Dr. Joseph Tattaseri Memorial Trophy presented by George Puttura. Trophy number 10, Chevalier. Trophy number 7, 9, Pupalli Joseph Cherian Memorial Trophy presented by M.M. Kora. Trophy number 10, Chevalier Pothan Joseph Memorial Trophy presented by Pothan Joseph and Sounds. Trophy number 11, K.V. Thomas Memorial Trophy presented by Backwater Transport Employees Union. Trophy number 12, K.V. Thomas Memorial Trophy presented by KTB. Trophy number 14, Chessprog Ponds Trophy presented by Chessprog. Trophy number 15, Jens Ross by Trophy number 20, A.R. Suleiman Said Memorial Trophy presented by his children. District Cooperative Bank Trophy presented by District Cooperative Bank Alappuzha. Murikin Motil Mathajan Memorial Trophy presented by Kerala Karshaka Sangam. പോലീസുകാരും പ്രശ്നമാണ് കേട്ടോ. ഇവരൊരു പ്രശ്നമാണല്ലോ. ആ വയറും എല്ലാം കളയും. ആ വിശിഷ്ടാതെ കേട്ടിടാൻ എനിക്കറിയാം. ഇവരെ ഒന്ന് കയറ്റി ആരെങ്കിലും വിടാൻ പൊയ്ക്കോളും. ആടെ അങ്ങോട്ട് അങ്ങനെ സൈഡ് മാറി ഇരിക്കും എവിടെങ്കിലും. അല്ല ഈ തള്ളിൻ്റെ ഇടയ്ക്ക് ആ കസേര ഒരെണ്ണം എടുക്കും. എത്ര വരെ ആയി? നമ്പർ 13 എത്ര ആയല്ലോ? പാകോട്ടൊന്നും അല്ല ഞങ്ങൾ പരിഗണിക്കുന്നത്. ട്രോഫി എത്ര? നമ്പർ എത്രയായി? അത് നോക്കുന്നുണ്ടോ? അതൊക്കെ 14 അല്ല 14. അത് പോട്ടെ. അത് കിരട്ടെ. ഇനി പാലിസ്റ്റ് കിട്ടിയ തീർന്നോ? എത്രയായി? നമ്പർ തീർന്നോ? എത്രയായി? ഞാൻ പിടിക്കാം. എവിടെ ഓടിയോ?
ട്രോഫി അത് പോകരുത്, അതാ ഒറിജിനൽ ട്രോഫി അത് അന്ന് കാണിക്കാതെ വൈകപ്പുള്ളത്. ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, പബ്ലിസിറ്റി കമ്മിറ്റി നടത്തിയ പ്രവചന മത്സരം ഇവിടെ പര്യവസാനിക്കുകയാണ്. ചമ്പക്കുളം ചുണ്ടൻ ട്രോഫി നേടുമെന്ന് പ്രവചിച്ചയാളെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. കൊല്ലം ജില്ല